ട്രിനിറ്റിക്ക് വിപരീതമായി നിലകൊള്ളുന്ന യൂണിറ്റേറിയനിസം എന്ന ഒരു വിഷയത്തെക്കുറിച്ച്. ആക്ച്വലി അതൊരു ഇൻട്രൊഡക്ഷനായിരുന്നു. ആ മുഖവുരയിൽ ഞാൻ പറഞ്ഞു, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ദൈവിക വെളിപ്പാട് ലഭ്യമായ നമ്മളെയാണ് ട്രിനിറ്റേറിയന്മാർ എന്ന് വിളിക്കുക. അപ്പുറത്ത് അങ്ങനെയല്ല, ദൈവം ഏകനാണ്. അതുകൊണ്ട് ആ ഏകത്വം എന്ന പദത്തിൻ്റെ അക്ഷരാർത്ഥം എടുത്തുകൊണ്ട് പോരുന്ന ഒരു സമൂഹമാണ് യൂണിറ്റേറിയൻസ്. പേര് പോലെ തന്നെ നമ്മൾ ഏകത്വം എന്ന പദത്തെ നിഷേധിക്കില്ല. കാരണം ദൈവം ഏകനാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് കാണും. അപ്പോൾ ഈ ട്രിനിറ്റി സംബന്ധിച്ചുള്ള ക്രിറ്റിസിസം നടത്തുന്ന ആളുകളാണ് പ്രധാനമായി യൂണിറ്റേറിയന്മാർ. അത് ഇവരെ ക്രിറ്റിസത്തെ എ എന്നും ബി എന്നും രണ്ടായി തിരിക്കാം. എ സൈഡ് ക്രിറ്റിസിസം ആൻഡ് ബി സൈഡ് ക്രിറ്റിസിസം. ആ എ സൈഡ് ക്രിറ്റിസിസത്തിൽ വരുന്നതാണ് ഇപ്പോൾ പറഞ്ഞ യേശുവിൻ നാമക്കാർ, ബ്രൻഹാമിസ്റ്റുകൾ, അങ്ങനെയുള്ള ആളുകൾ. ബി സൈഡ് ക്രിറ്റിസിസത്തിൽ വരുന്നതാണ് ഇസ്ലാം, യഹോവ സാക്ഷി, അങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ ഇതെങ്കിലും വ്യത്യാസമുണ്ട്. കാരണം യഹോവ വിറ്റ്നസ്സും ഇസ്ലാമിസ്റ്റുകളും യേശുവിൻ്റെ ഡിവിനിറ്റി റിജക്റ്റ് ചെയ്യുന്നു, അംഗീകരിക്കുന്നില്ല. ജീസസ് ഈസ് എ മാൻ. ആ കൂടെ ഒരു ഗ്രൂപ്പുണ്ട്, ക്രിസ്റ്റാഡൽഫിയൻ. പകലതിനെക്കുറിച്ച് പറഞ്ഞില്ല, ഒരു വാക്കിപ്പോൾ അവരെക്കുറിച്ചും പറയാം. യഹോവ സാക്ഷികളുടെ ഒരു വ്യത്യസ്ത രൂപമാണ് ക്രിസ്റ്റാഡൽഫിയൻ, അല്പം കൂടെ ഉയർന്നൊരു രൂപമാണ്. പക്ഷെ അവർ തങ്ങളിൽ ഗുരുതരമായ പിശകുണ്ട്. അവരുടെ ഒരു ഗാദറിങ് നമ്മുടെ തിരുവല്ലയിലുണ്ട്. ആ ഫണ്ടാസ്റ്റിക്ക ലോഡ്ജിലാണ് അത് കൂടുന്നത്. അവിടെ ഒരു ഗാദറിങ് അവർക്കുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ കുമ്പനാട് നോയൽ മെമ്മോറിയൽ ഹൈസ്കൂളിൽ സുദീർഘ വർഷങ്ങൾ അധ്യാപകനായിരുന്ന ഒരു ജോയ്ക്കുട്ടി സാറാണ്, രമ്യ ജോയ്ക്കുട്ടി. ഞാൻ അദ്ദേഹത്തോട് 92 സംസാരിച്ചിട്ടുണ്ട്, ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ചർച്ച 4 മണി വരെ തുടർച്ചയായിട്ട് പോയിട്ടും നമ്മുടെ ചോദ്യങ്ങൾക്ക് അവർ മറുപടി തന്നില്ല. പിന്നീട് ഒരിക്കൽ തരാം എന്ന് പറഞ്ഞ് ഞാൻ പലയാവർത്തി വിളിച്ചിട്ടും മറുപടി കിട്ടിയിട്ടില്ല. അവരുടെ വീക്ഷണത്തിൽ യേശു മനുഷ്യനാണ്, പക്ഷെ നമ്മെപ്പോലുള്ള മനുഷ്യനല്ല, ദൈവപുത്രനാണ്, സൺ ഓഫ് ഗോഡ്. അപ്പോൾ തന്നെ സൺ ഓഫ് ഗോഡ് ആയതുകൊണ്ട് ആ സൺ ഓഫ് ഗോഡ് ആരെപ്പോലാണെന്നറിയാമോ? ആദമിനെ പോലെ. ആദം ഓൾസോ ദ സൺ ഓഫ് ഗോഡ്. മാതാപിതാക്കളില്ലല്ലോ. അതുപോലെയാണ് യേശുവും കന്യകയിലാണ് ജനിച്ചത്, പക്ഷേ മനുഷ്യനാണ്. മാത്രമല്ല യേശു സർവശക്തനല്ല, സർവജ്ഞാനിയല്ല, സർവവ്യാപിയല്ല ഇത്യാദി ചിന്തകളാണ് അവരുടേത്. അതുകൂടാതെ അവർ നിരാകരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ അസ്തിത്വം. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ നമുക്കിടയിൽ ഇന്ന് നിലനിൽക്കുന്നു എന്ന വാദത്തെ ഖണ്ഡിക്കുന്നു. അത് യഹോവ വിറ്റ്നസ്സും അങ്ങനെ തന്നെ. പ്രവചനങ്ങളിലൊന്നും വിശ്വാസമില്ല, അവ നിലനിൽക്കുന്നു എന്നതിൽ വിശ്വാസമില്ല. അപ്പോൾ ആ ബി സൈഡിൽ വരുന്ന ആളുകളെ നമ്മൾ പഠിച്ചു. അവർ തമ്മിലൊരു യൂണിഫോമിറ്റി ഉണ്ട്. ഇതുപോലെയാണ് ഇവർ വണ്ണസ് ടീച്ചിങ്സ്, അതായത് നമ്മുടെ ഭാഷയിൽ ഏകത്വവാദികൾ, യേശുനാമക്കാർ എന്നവരെ വിളിക്കും. അപ്പോൾ യേശുനാമക്കാരുടെ പ്രധാന വിഷയം യേശുനാമം എന്ന് പറഞ്ഞെങ്കിലും വാസ്തവത്തിൽ അത് യേശുനാമം അല്ല. യേശുനാമം അല്ല. അപ്പോൾ എന്താ യേശുനാമം അല്ലാത്ത? സ്നാനം സംബന്ധിച്ചൊരൊറ്റ കൽപ്പനയെ ബൈബിളിലുള്ളൂ, ഒരൊറ്റ കൽപ്പന. യേശു പഠിപ്പിച്ച ഒരൊറ്റ കൽപ്പനയല്ലാതെ ഇമ്പറേറ്റീവ് മൂഡിൽ സ്നാനത്തെക്കുറിച്ച് പറയുന്ന വേറെ വാക്യങ്ങളില്ല. ഒരു ഇമ്പറേറ്റീവ് മൂഡിൽ പറയുമ്പോഴാണല്ലോ കൽപ്പനയാണ്. യു ഹാവ് ടു ഡു, യു ഓട്ട് ടു ഡു, ഇതാണല്ലോ കൽപ്പന. അതാണ് കൽപ്പന. നിങ്ങൾ ചെയ്യണം, അനുഷ്ഠിക്കണം. ടീച്ചർ കുട്ടിയോട് പറയുന്ന ആ പാഠമാണ് കൽപ്പന. അതൊറ്റ ഒരിടത്തെ ബൈബിളുള്ളൂ, മത്തായിയുടെ സുവിശേഷം 28:19. അവിടെയാണ് കൽപ്പനയുള്ളത്. ആ കൽപ്പനയുടെ പ്രത്യേകത ഇത് യേശുവിൻ്റെ മഹാനിയോഗമാണ്, ഗ്രേറ്റ് കമ്മീഷനാണ്. അതിൻ്റെ വാലിഡിറ്റി ഓർക്കണം. ഇവരത് ചെയ്യില്ല. ഇവർ ചെയ്യുന്നത് യേശുവിൻ്റെ നാമത്തിലാണ്. യേശുവിൻ്റെ നാമത്തിൽ അവർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകം പകലെ പറയാത്തതാണ്. അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം
യേശുവിൻ്റെ നാമത്തിലാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ റെക്കോർഡ് അനുസരിച്ച് എല്ലാ സ്നാനവും നടന്നിരിക്കുന്നത്. ഇതാണ് അവരുടെ വാദം. അത് തെറ്റാണ്, ഞാൻ പറയാം കാരണം. ഇത് മനസ്സിലായോ? അവരുടെ വാദം മനസ്സിലായോ? അടുത്തത് സ്നാനം സംബന്ധിച്ച് മാത്രമല്ല ഈ അപകടം. അടുത്തത് ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ 3 അവസ്ഥകളാണ്. അതിന് മോഡലിസം എന്നൊരു പദമുണ്ട്. മോഡലിസം എന്ന് പിന്നെ വിളിക്കാം. ഒരു ദൈവത്തിൻ്റെ 3 അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ പിതാവെന്ന് പറയുന്നത് തന്നെയാണ് പുത്രൻ, പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവ്. പിതാവെന്ന് പറയുന്നത് സൃഷ്ടിക്കും, പുത്രൻ വീണ്ടെടുപ്പിനും, പരിശുദ്ധാത്മാവ് സഭായുഗത്തിൻ്റെ കർത്തൃത്വത്തിനും വേണ്ടി ഒരു ദൈവം 3 വന്നു. ഒരാളാണത്. അത് പറയുന്നവരിങ്ങനെയാണ്: അദൃശ്യനും സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവം. വലിയ തമാശയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അത് കേട്ട് ഞാൻ മടുത്തതാണ്. സാറും കേട്ടത് ചിരിക്കുന്നു, ഒത്തിരി കേട്ടിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അവനൊരു മനുഷ്യനായിട്ട് വന്ന് അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും. അല്ലെങ്കിൽ മനുഷ്യനായി മനുഷ്യനോട് ഇടപെടാൻ മനുഷ്യനായിട്ടും മനുഷ്യൻ്റെ ആത്മാവോട് ഇടപെടാൻ ആത്മാവായിട്ട്. ഇത് രണ്ടിലുള്ള വ്യത്യാസം എനിക്കറിയില്ല. ആത്മാവോട് ഇടപെടുന്നു, മനുഷ്യനോട് ഇടപെടുന്നത്. ആത്മാവോട് ഇടപെടുകയും മനുഷ്യനോട് ഇടപെടുകയും ചെയ്യുന്ന ഒന്നല്ലേ അർത്ഥം അല്ലേ? അങ്ങനല്ലേ? അതായത് മരിച്ച ശവത്തോട് ഇടപെടുന്നതിന് അല്ലെങ്കിൽ പറയണ്ടേ ആത്മാവോടുള്ളപ്പോഴാണ് ഞാൻ മനുഷ്യനാകുന്നത്, അല്ലെങ്കിൽ അവൻ ജഡമാണ്. ആ പദം തന്നെ തെറ്റാണ്. അവൾ എനിവേ ഇതാണ് അവരുടെ വാദം. ഇനി ഇത് മനസ്സിലായല്ലോ? അപ്പോൾ ഇനി ഒരു കാര്യം മനസ്സിലാക്കണ്ടേ? ഇവിടെ ക്വാളിറ്റി മനസ്സിലാക്കണം. ഗുണമുണ്ട് അവർക്ക് ഒത്തിരി, നമുക്കില്ലാത്ത ചില ഗുണങ്ങൾ. ആ ഗുണങ്ങളിലൊന്ന്, അവർ അവരുടെ ആ ഡോക്ടറിൻ ഏതൊരാളോടും പറയാൻ വേണ്ട പഠനം ആർജിച്ചവരാണ്. മനസ്സിലായോ? യോഗാസാക്ഷിക്കും അതെ, വണ്ണസ് പെന്തക്കോസ്റ്റൽസിനും അതെ, ഇവർക്കെല്ലാം അത് സംബന്ധിച്ചുള്ള പഠനം നന്നായിട്ടുണ്ട്. 2, അവരുടെ പഠനത്തിന് അവർ ഉപയോഗിക്കുന്നത് ഒരു ആപേക്ഷികത നിയമമാണ്, റിലേറ്റിവിറ്റി തിയറിയാണ്. അതായത് അവരുടെ തെളിയിക്കലല്ല മറ്റൊരാളുടെ വിശ്വാസം തെറ്റെന്ന് സ്ഥാപിക്കുക. അല്ല, ഇത് തെളിയിക്കുന്നൊന്നുമില്ല. മറിച്ച് നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണ്. ഡിഫൻസില്ല. ഡിഫൻസിൽ വളരെ ദുർബലരാണ്. അതിന് ഉത്തരവില്ലാതെ വരുമ്പോൾ അറ്റാക്ക് കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അടുത്തത് അവരുടെ ഗുണം പറഞ്ഞല്ലോ, അടുത്തൊരു ഗുണം കൂടെ പറയാനുണ്ട്. ഗുണമെന്ന് പറഞ്ഞാൽ അവർ വളരെ ഐക്യതയോടെ, ഒരു 2 സ്വരമില്ലാതെ വളരെ കൃത്യതയോടെ ഒരു പ്രോഗ്രാമിൽ ഇടപെടും. ചർച്ച് ഈ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. അത് കേട്ടാലൊരു ഗുണം പോലെ തോന്നും, നല്ല ഗുണമാണ്. നമുക്ക് ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല അത്, വേറൊരു കാര്യം. നമുക്ക് സാധിക്കില്ല, അത് ചിന്തിക്കാന്നേ ഉള്ളൂ. അതിൻ്റെ കാരണത്തിൽ പേടിക്കുകയും വേണ്ട. കാരണം ഞാൻ ആദ്യമൊക്കെ ഓർത്തു, ഇതൊക്കെ നമ്മുടെ ആളുകൾക്ക്, ഇപ്പം ഞങ്ങളൊക്കെ ഈ ഡിബേറ്റ് ചെയ്യാണ്, അതിനുവേണ്ടി അനുഭവിക്കുന്ന ത്യാഗം വളരെയാണ്. ചിലപ്പോൾ ഇന്ന് ചെന്ന് കഴിഞ്ഞായിരിക്കും ഏതൊരു ഇഷ്യൂ കാണുന്നത്. അപ്പോൾ അന്നേരം നമ്മൾ വൈകിട്ട് ഇതിനു വേണ്ടി സജ്ജീകരിച്ച്, ഞാനും ഒരു മുറി ഇതുപോലെ മാറ്റിയിട്ടുണ്ട്, അന്നേരം പരിപാടി തുടങ്ങുകയാണ്. പിന്നത്തിന് വെക്കില്ല, നമുക്ക് അന്നേരം ഉറക്കം വരികയില്ല. ഇത് കഴിഞ്ഞായിരിക്കും, ഒരു പ്രസംഗം കഴിഞ്ഞെന്നായിരിക്കും ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ആളുകൾ തന്നെ ആക്രമിക്കും, വളരെ ബുദ്ധിമുട്ടിക്കും. ഞാൻ പിന്നെ അത് കണ്ടില്ലെന്നടിക്കുകയാണ്, അതൊരു മിനിസ്ട്രി കംപ്ലക്സ്. പക്ഷെ അവർക്കതില്ല. അവർ വളരെ സപ്പോർട്ടീവാണ്, എല്ലാവിധത്തിലും പിന്തുണയ്ക്കും. അവർ തെറ്റ് പറഞ്ഞാൽ പോലും അത് ശരിയാന്ന് പറയും. അപ്പോൾ അത് ഗുണമായിരിക്കുമ്പോൾ തന്നെ അതിലൊരു അപകടം പറയാം. ഒരപകടം ശ്രദ്ധിച്ച്. കർത്താവിൻ്റെ വചനം പറയുന്നു, കർത്താവ് പറയുകയാണ്, ഈ സാത്താൻ തന്നിൽ തന്നെ ഛിദ്രിക്കുമോ, പിന്നെ അവൻ്റെ സാമ്രാജ്യം പിടിച്ചിരിക്കുകയല്ല. അങ്ങനല്ലേ പറയുന്നത്? അപ്പോൾ ഈ യൂണിറ്റിയുടെ കാരണം എന്താ? അത് ഛിദ്രിച്ച സാധനം പിടിച്ചു നിൽക്കുകയല്ല, അത് തന്നെ കാര്യം. അപ്പോൾ നമ്മൾ ദൈവിക എന്നുള്ള തെളിവെന്താ? എന്നോട് ആലോചിച്ചത് ഈ പെന്തക്കോസ് ദൈവിക എന്നുള്ള തെളിവെന്താ? ഞാൻ പറഞ്ഞു, അത് നമ്മളാ ഇപ്പോഴും എത്രയോ ആളുകൾ നമ്മൾ തന്നെ കൂടി പൊളിക്കാൻ നോക്കിയിട്ട് ഇതുവരെ പൊളിഞ്ഞില്ലല്ലോ. നമ്മളും നമ്മുടെ ലീഡർമാരും എല്ലാവരുടെ കൂടി 2000 ആണ്ട് കൊണ്ട് പൊളിക്കാൻ നോക്കിയിട്ടും അത് പൊളിഞ്ഞില്ല. അതാ ഇത് ദൈവിക എന്ന് പറയാൻ കാരണം. ഞാനും നിങ്ങളൊക്കെ ശ്രമിച്ചു, പ്രവൃത്തി കൊണ്ട്, പക്ഷെ പൊളിഞ്ഞില്ല. രണ്ടാമത്തെ കാര്യം കൂടെ ഉണ്ട്, നമ്മൾ പെന്തക്കോസ് ദൈവികമാണെന്ന് പറയാൻ കാരണം. ബൈബിളിലെ സകല മുന്നറിയിപ്പുകളും നമുക്ക് ബാധകമായിട്ടുള്ള, ഉദാഹരണം കള്ളപ്രവാചകനെ സൂക്ഷിക്കണമെന്നൊരു വാക്യമുണ്ട്. ബ്രദറുകാരെ സൂക്ഷിക്കേണ്ട കാര്യമില്ല, കാരണം അങ്ങോട്ട് ഒരുത്തരും ചെല്ലുന്നില്ല. കത്തോലിക്കിലോ യാക്കോബൈറ്റിലോ ബ്രദറിലോ ബാപ്റ്റിസ്റ്റിലോ ഒറ്റ ചർച്ചിലും അവർ കറങ്ങത്തില്ല. കൃത്യം ഇവിടെ വരും. എന്താ കാര്യം? ഇതാ ദൈവസഭ. അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ?
ഏത് ചടങ്ങും ഇവിടെ കയറി വരാൻ കാരണം എന്താ? ദോഷമല്ല. അന്നേരം മനസ്സിലായിക്കോണം, ഇത് കർത്താവ് സ്ഥാപിച്ചതാ, അതിനായി ഇവന് തകർക്കാൻ വന്നേന്ന്. മനസ്സിലായോ? കാര്യം മനസ്സിലായില്ല നിങ്ങൾക്ക്? ചിലപ്പോഴൊക്കെ ചില പ്രയാസങ്ങളൊക്കെ ഇവിടെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് എന്തോ ഒരവസ്ഥയാണ്, ദൈവസഭയാന്നൊക്കെ പറഞ്ഞിട്ട്. 1-ാം നൂറ്റാണ്ട് മുതൽ ഇത് ഇങ്ങനെ, ഇപ്പോൾ ഇച്ചിരി ശുദ്ധമായെന്ന് പറ. ചിലർക്ക് ഇപ്പോഴാ പെന്തക്കോസ്തിൻ്റെ ഏറ്റവും ഭീകരമായൊരു കാലഘട്ടം. ഒന്നുമല്ല. പൗലോസൊക്കെ അനുഭവിച്ചെന്താ? ഉപദേശ പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ. ഇനിയിപ്പോൾ കുറവുണ്ട്. കുറവാകാൻ കാരണം എന്താ? നമുക്ക് സഹിക്കാൻ ത്രാണിയില്ലെന്ന് ദൈവത്തിനറിയാം, ഒത്തിരി വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ്, അത് കരുണയാണ് ദൈവത്തിൻ്റെ. അതുകൊണ്ട് ദൈവസഭ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ബ്രദർകാരോട് ഒരിക്കൽ പറഞ്ഞാൽ ഞങ്ങളെ തന്നെയാണ്. കാരണം എന്താ? നിങ്ങൾക്ക് ഈ വാക്യമൊന്നും ബാധകമല്ല. കള്ളപ്രവാചകനെ സൂക്ഷിക്കണം, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കോടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഇരുന്നേക്കുന്നു, നമ്മുടെ ഇടയിൽ നിന്ന്. അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആളുകളെ ഇനി ഒന്നുകൂടെ പറയാം. ഇവരിൽ തന്നെ പല ഗ്രൂപ്പുണ്ട്. അതിലെന്നാൽ ഈ ബ്രൻഹാമിസ്റ്റുകൾ, ഞാൻ പകൽ പറഞ്ഞു, ബ്രൻഹാം അനുഗാമികൾ. ബ്രൻഹാം അവരുടെ ഇടയിലെ ഒരു ടോപ്പ് സ്പോക്സ്മാനായിരുന്നു, വക്താവായിരുന്നു. അദ്ദേഹം ഈ മിറക്കിൾ മിനിസ്ട്രിക്ക് വലിയ പ്രാധാന്യം കൊടുത്തു. അന്യഭാഷാ പ്രവചനം അങ്ങനെ കൊടുത്തു ഒടുവിൽ താനൊരു മശികയായി മാറുന്നു. താനാണ് 7-ാം പ്രവാചകൻ, 7-ാം കാഹളമൂതുന്ന ദൂതൻ. ഈ വിധത്തിൽ പഠനം നടത്തി അവസാനം ഒരു ദിവ്യ പരിവേഷം തനിക്ക് കിട്ടി. ആ വിധത്തിൽ തകർന്നുപോയി. ബ്രൻഹാമിസ്റ്റുകൾ ഒരുതരം യേശുനാമക്കാരാണ്. ഇവർ തമ്മിൽ നല്ല കലഹമാണ്. സ്നാനം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കില്ല. ബ്രൻഹാമുകൾ 1977 സഹസ്രാബ്ദ വാഴ്ച തുടങ്ങി എന്ന് പഠിപ്പിച്ചു. അപ്പോൾ ഇവരെ പല പഠിപ്പിക്കലും രണ്ടിടത്താണ് ചെന്ന് കൊള്ളുന്നത്. ഒന്നിൽ സെക്കൻഡ് കമ്മിങ്, 2-ാം വരവിനെക്കുറിച്ചുള്ള ദുർവ്യാഖ്യാനം. അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ അസ്തിത്വം, എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ഇത് രണ്ടുമാണ് ഇവർ തെറ്റിപ്പോകുന്ന പ്രധാന വിഷയങ്ങൾ. അതുകൊണ്ട് നമ്മളിനി സൗണ്ട് ഡോക്ട്രിൻ ഓഫ് ട്രിനിറ്റി എന്താണെന്ന് പഠിക്കാൻ പോവാണ്. തിയററ്റിക്കൽ ട്രിനിറ്റി എന്താണെന്ന് പറയാൻ പോവാണ്. അതിന് പകൽ നമ്മൾ ചില പദങ്ങളുമൊക്കെ പഠിച്ചു. ഇനി അങ്ങനെ അങ്ങ് പോകാൻ നേരമില്ല, ഒന്ന് ഓർപ്പിച്ചു പോവാം. ഇത് ഈ അളവിൽ തന്നെ പഠിക്കണം. ദൈവം എന്നാൽ എന്ത്? അതിന് ആദ്യത്തെ ഉത്തരം ദൈവം എന്നാൽ എന്തെന്ന് പറയാൻ ആർക്കും സാധിക്കില്ല, നിർവചിക്കാൻ പറ്റില്ല. വി കനോട്ട് ഡിഫൈൻ ദാറ്റ് ടൈം. നമുക്ക് ആ ടൈമിനെ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. എൻ്റെ കാരണം എന്താ? നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ആ ഡെഫനിഷന് വിധേയനാകുന്ന ദൈവമെങ്കിൽ പിന്നെ അതിനെന്താ കാര്യം? ദൈവത്തെ എന്താ കാണാൻ പറ്റാത്ത? എൻ്റെ കണ്ണിന് കാണത്തക്ക ഒരാളാണ് ദൈവമെങ്കിൽ ദൈവം ദൈവമായിരിക്കില്ല. എൻ്റെ കാഴ്ചയ്ക്ക് വിധേയനായി കഴിഞ്ഞപ്പോൾ ഞാനാവലത്. എൻ്റെ അറിവിന് ഒതുങ്ങുമെങ്കിൽ ഞാനാവലത്. എൻ്റെ കാഴ്ചയ്ക്ക് ഒതുങ്ങരുത്, എൻ്റെ അറിവിനൊതുങ്ങല്. എൻ്റെ അറിവിന്, എൻ്റെ കാഴ്ചയ്ക്ക്, എൻ്റെ നിഗമനങ്ങൾക്ക് അപ്പുറത്താണ് ദൈവം. അതുകൊണ്ട് പേടി വേണ്ട. ദൈവത്തെ അറിയാൻ പഠിക്കാൻ പറ്റില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ ഫുൾ അളവിൽ ദൈവത്തെ അനുഭവിക്കാൻ പറ്റും. അതാ വചനം പറഞ്ഞേ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ എന്നേ പറഞ്ഞു. ദൈവത്തെക്കുറിച്ച് തിരുവെടുത്ത് പറയുക, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ. നിങ്ങൾക്കറിയാം അതൊക്കെ. കാണാൻ കഴിയാത്തവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, അദൃശ്യൻ. ഇനി ദൈവത്തെക്കുറിച്ച് ഡെഫനിഷൻ ഉണ്ടോ? അകപ്പാടെ നമുക്ക് ഡെഫനിഷൻ അല്ലെങ്കിൽ കൂടി എന്തെങ്കിലും ഒന്ന് പറയാൻ സാധിക്കുന്ന ചില വാക്യങ്ങളുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയാം, അവൻ വെളിച്ചമാകും. ദൈവം വെളിച്ചമാകും. ഇനി പിന്നെ അങ്ങോട്ട് പോയാൽ ദൈവം സ്നേഹം തന്നെ. യോഹന്നാൻ തന്നെ പറയാം അല്ലേ? അപ്പോൾ ദൈവം സ്നേഹമാണ്, ദൈവം വെളിച്ചമാണ് എന്നൊക്കെ പറയുന്നത് തിരിച്ചിട്ടാൽ ശരിയാകത്തുമില്ല. വെളിച്ചം ദൈവമാണെന്ന് പറയാൻ പറ്റുമോ? സ്നേഹം ദൈവമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതൊന്നും പൂർണ്ണമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ടുകൾ തന്നെ കിട്ടുന്ന ഗുണഗണങ്ങൾ. അപ്പോൾ ഈ ട്രിനിറ്റി എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട കാര്യം, ചില പറയുന്നത് പിതാവ് തന്നെ പുത്രൻ, പുത്രൻ തന്നെ പരിശുദ്ധാത്മാവ് എന്ന വാദത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു മോഡലിസം. യേശുനാമക്കാർ വിശ്വസിക്കുന്നത്. ദയവായിട്ടത് പറയല്ലേ. രണ്ടാമത്തെ കാര്യം, ട്രിനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരാളും ഉദാഹരണം കൊണ്ട് അത് തെളിയിക്കാൻ ശ്രമിക്കരുത്. അത് ദൈവവചനം അനുവാദം തരുന്നില്ല ഉദാഹരിക്കാൻ. എന്താ കാര്യം? അതിൻ്റെ കാരണം എടുത്ത് പോവാം, വായിച്ചേ. നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സദൃശമാക്കും? തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം എന്നെ ആരോട് തുല്യമാക്കും? അപ്പം നമുക്ക് ദൈവത്തെ ഉപമിക്കാൻ ആരോടാ പറ്റുന്നേ? പറ്റുമോ? കർത്താവ് പറയാ ചെയ്യരുതെന്ന്. തമ്മിലൊത്തു വരത്തക്കവണ്ണം നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സദൃശമാക്കും?
അടുത്തത്, എന്നെ ആരോട് തുല്യമാക്കും? പറ്റില്ല, സാധിക്കുന്ന കാര്യമല്ല. അതിൻ്റെ ഉദാഹരണങ്ങൾ ഉപേക്ഷിക്കുക. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ, ട്രിനിറ്റി പറയുമ്പോൾ ചില ഉദാഹരണം പറയും. വെള്ളം, ഹൈഡ്രജനും ഓക്സിജനും, പിന്നെന്തുവാ, അല്ല നീരാവി, 3 അവസ്ഥ ഏതൊക്കെയാ? കരം, ദ്രാവകം, വാതകം. പിന്നൊരു പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ആറ്റത്തിൽ 3 ഘടകം, പക്ഷെ ആറ്റം 1. ഇതൊന്നും പറയാൻ പാടില്ല. മനസ്സിലായോ? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഒരു കുരുത്തം പറഞ്ഞു റബ്ബർക്കാ പോലെയാണെന്നത്. അപ്പോൾ കേട്ട ആൾ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഈ 4 സീഡുള്ള റബ്ബർക്കായ ഉണ്ടല്ലോ, അതെന്ത് ചെയ്യും? ചിലത് അങ്ങനെ ഉണ്ട്. ഇങ്ങനൊന്നും ഉദാഹരണം പറയും. പകരം ഞങ്ങളിത് പറഞ്ഞു, അതുകൊണ്ട് ആവർത്തിക്കണ്ട. ചില പറയും ഞാനൊരു പിതാവാണ്, എൻ്റെ മക്കൾക്ക് ഞാനൊരു അപ്പനാണ്, എൻ്റെ മക്കൾക്ക്, എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ഭർത്താവാണ്. ഇത് ഉദാഹരണമല്ല, ഇതൊന്നും യോജിക്കുന്നതല്ല. പിന്നെന്താ ചെയ്യണ്ടേ? ട്രിനിറ്റിയെക്കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു, അതിലേക്കാണ് പോകുന്നത്. ഒരു കാര്യം ഇവിടെ, ഈ ട്രിനിറ്റി എന്ന പദം ബൈബിളിലില്ല. അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു ഒത്തിരി പദങ്ങൾ തത്തുല്യമായത് ബൈബിളിൽ ഇല്ലാത്തതുകൊണ്ട്. തിരുവത്താഴം എന്ന് ബൈബിളിലില്ല. തിരുവത്താഴമെന്നോ തിരുമേശയെന്നൊന്നും ബൈബിളിലില്ല. മറ്റൊന്ന്, ബൈബിളിൽ ഇല്ലാത്ത വിലപ്പെട്ടൊരു പദമാണ് സർവ്വവ്യാപി എന്നൊരു പദമില്ല. ഓംനിസെൻസ്, ആ അർത്ഥം ഉണ്ട്, ആശയമുണ്ട്, പദമില്ല. ഉൾപ്രാവണം, റാപ്ചർ, ഈ പദമില്ല. ഇങ്ങനെയൊന്നും പദമില്ല. പക്ഷേ നിത്യജീവിതത്തിൻ്റെ വ്യവഹാരത്തിൽ ഈ പദം വന്നു. അതൊരു വിഷയത്തെ നമ്മൾ ഒരു തിയറി പറയുമ്പോൾ അതിൻ്റെ ചുരുക്കം പറയുന്ന അത്ര ഉള്ളത്. എന്താ ട്രിനിറ്റി? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതിനി പറയാൻ പോകണം. സാരാംശത്തിൽ ഏകനായ, വ്യക്തിത്വത്തിൽ മൂവരുള്ള ദൈവം. ഒന്നുകൂടി പറഞ്ഞാൽ, സാരാംശം അഥവാ ഉള്ളടക്കത്തിൽ, കണ്ടന്റിൽ, ഗ്രീക്ക് വേർഡ് ഉസ്യ, OUSIA, ഉസ്യ. അതിൽ ദൈവത്തിൻ്റെ ഉസ്യ, ദൈവത്തിൻ്റെ സാരാംശം, ദൈവത്തിൽ എന്തുണ്ടോ അത്. ആരാണ് ദൈവം? ദൈവത്തെ ദൈവമാക്കുന്ന ഘടകമെന്തോ അതിൽ ഒരുവനും ഉസ്യ. 3 ഹൈപ്പോസ്റ്റാസിസ്. എൻ്റെ തിയറി അതാണ്. 1 ഉസ്യ, 3 ഹൈപ്പോസ്റ്റാസിസ്. ഏതൊക്കെ 3 ഹൈപ്പോസ്റ്റാസിസ്? God the Father, God the Son and God the Holy Spirit. 3 ഹൈപ്പോസ്റ്റാസിസ് ആൻഡ് 1 ഉസ്യ. അത് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഞാനത് മലയാളീകരിച്ച് ഒന്ന് പറയാം. കേൾക്കുക. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവില്ലാതിരുന്നൊരു കാലമില്ല, പിതാവില്ലാതിരിക്കുന്ന കാലവും ഇല്ല. നിത്യപിതാവാണവൻ. നിത്യപിതാവായിരിക്കണമെങ്കിൽ അവൻ നിത്യപുത്രനായിരിക്കണം. യേശു ജനിച്ചവനാണെന്ന് പറയുന്നവർക്കുള്ളൊരു മറുപടി പിടിക്കട്ടോ. ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. വായിച്ചിട്ടില്ലേ? അത് ഓർമ്മയില്ലേ? വെളിപ്പാട് പുസ്തകത്തിലാണ്. റെഫറൻസ് തരാം ആവശ്യമെങ്കിൽ. ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു. അപ്പോൾ ദൈവസൃഷ്ടിയുടെ ആരംഭമാണ് യേശു എന്ന് പറയുന്നവരുണ്ട്. ഇതിലെ ഈ യൂണിറ്റേറിയൻ ഓർത്തപ്പോൾ ഒരു കാര്യം പറയാം. യൂണിറ്റേറിയന്മാരിലൊരു ഗ്രൂപ്പ് ശരിച്ച് യഹോവ വിറ്റ്നസ് ഒക്കെ പഠിപ്പിക്കുന്നത് യേശു ദൈവസൃഷ്ടിയുടെ ആരംഭമാണ്. അതിന് തെളിവൂടെ അവരെടുക്കും. സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. അത് യേശുവിന് ചേരുമോ നോക്കിക്കോണം. വായിച്ചാട്ടെ. യഹോവ പണ്ടേ തൻ്റെ വഴിയുടെ ആരംഭമായി തൻ്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരുന്നു. വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ. പർവ്വതങ്ങളെ സ്ഥാപിച്ചതിന് മുമ്പേയും കുന്നുകൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു. അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിൻ്റെ പൊടിയുടെ തുകയും ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് തന്നെ. അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു.
അവൻ ആഴത്തിൻ്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിൻ്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവൻ്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിന് അതിർ വച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനമിട്ടപ്പോഴും ഞാൻ അവൻ്റെ അടുക്കൽ ശില്പിയായിരുന്നു. യൂണിറ്റേറിയനിസത്തിനകത്ത് ഒരു പഠനമാണ് ക്രിസ്തു സൃഷ്ടിയാണ്. ആദ്യം പിതാവ് ക്രിസ്തുവിനെ സൃഷ്ടിച്ചു, എന്നിട്ട് കർത്താവ് ബാക്കിയൊക്കെ സൃഷ്ടിച്ചു എന്നാണ് ഈ വാക്യത്തെ ആധാരമാക്കി പറയുന്നത്. പെട്ടെന്ന് കേട്ടാൽ നമുക്ക് നേരാൻ തോന്നും, പക്ഷെ ഒറ്റ വാക്യത്തിലേ അത് തരും. കാരണം അത് തുടക്കത്തിലേ വായിച്ചേ 8:1. ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ, ബുദ്ധിയായവൾ തൻ്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ? ആരാ ഈ പറഞ്ഞല്ല ഇല്ലേ? ഈ നറേറ്റർ ആരാ? നറേറ്റ് ചെയ്യുന്ന ആരാ? ജ്ഞാനമായവൾ. ഇത് യേശുവാണെങ്കിൽ യേശുവിനെ വിളിക്കണം. എടി കുഞ്ഞേ, എടി പെണ്ണെ, മോളേന്ന് വിളിക്കേണ്ടി വരും, സഹോദരിന്ന് വിളിക്കേണ്ടി വരും. കാരണം എന്താ? ജ്ഞാനമായവൾ. ഇതൊക്കെ ഈ വ്യാഖ്യാനത്തിൽ ആദ്യം പഠിക്കേണ്ടത്. കാവ്യപുസ്തകങ്ങളോട് സമീപിക്കേണ്ട വ്യാഖ്യാന രീതിയുണ്ട്. കവിതയ്ക്കകത്തൊന്നും ഒരു തിയറി എടുക്കാനേ പാടില്ല. അതിന് കാരണം എന്താ? കവിത എക്സഗ്രേഷൻസ് കൂടുതലുള്ള, അതങ്ങനെയല്ലേ കവിത വരുള്ളൂ. ശരിയാണോ? കവിതയിൽ നമ്മൾ ഈ സാധാരണ പറഞ്ഞ പോലെ അല്ല കാര്യം. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്ത് കാര്യം പറയണം. നമ്പ്യാർ പാടി, സൂര്യബിംബം എനിക്കെടുത്തൊരു ചൂണ്ടലാക്കി വളയ്ക്കണം, ചന്ദ്രബിംബം എനിക്കെടുത്തൊരു ചാണയാക്കി മാറ്റണം. സൂര്യബിംബം വളച്ചെനിക്ക് ചൂണ്ടയാക്കണം, ആഗ്രഹം കണ്ടില്ലേ? ചന്ദ്രബിംബം എനിക്കെടുത്തൊരു ചാണയാക്കി മാറ്റണം. അത് കവിയുടെ ഭാവനയാണ്. അത് കള്ളമെന്ന് പറയാൻ പറ്റുമോ? മനസ്സിലായില്ലേ? കവിത അങ്ങനെ, കാവ്യപുസ്തകങ്ങളിൽ അങ്ങനെ വരുന്നത്. കവിതയെല്ലാം അങ്ങനെയാണ്, അങ്ങനെ വരൂ. എഴുത്തുകാരൻ ചിന്തിക്കുന്നതിൻ്റെ ആ ഭാവനാത്മകതയാണ് അങ്ങനെ സംഭവിക്കാൻ കാരണം. അതാണ്. അപ്പോൾ അതേപോലെ യോബിൻ്റെ പുസ്തകത്തിലൊരു സാധനമുണ്ട്. അവൻ്റെ കൂട്ടുകാർ അവനെ കാണാൻ വന്നിട്ട് 7 രാവും 7 പകലും ഒരക്ഷരം ഉരിയാടാതെ അവൻ്റെ കൂടെ നിലത്തിരുന്നു. മനുഷ്യനെ കൊണ്ട് പറ്റുമോ? 7 മിനിറ്റ് ഇരിക്കാൻ പറ്റുമോ? ഒരക്ഷരം ഉരിയാടാതെ 7 രാവും 7 പകലും അവിടെ ഇരുന്നു. അത് കള്ളമല്ല, കവിതയാണ്. അതാ സംഭവം. കവിത അക്ഷരാർത്ഥം എടുക്കാൻ പാടില്ല. എന്താ കാര്യം? ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഭൂമിയുടെ അടി വെച്ചാണോ ആദമിനെ സൃഷ്ടിച്ചത്? ഭൂമിയുടെ അടി വെച്ച് ആരും കാണാതെ ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക്. ഇത് കവിതയാണ്. അവ സദൃശവാക്യത്തിൽ ജ്ഞാനത്തെ ഒരു സ്ത്രീയോട് ഉപമിച്ചിട്ട് പറയാണ്, യഹോവ പണ്ടേ തൻ്റെ വഴികളുടെ ആരംഭമായി എന്നെ സൃഷ്ടിച്ചു. അല്ലാതെ യേശു അല്ല. മനസ്സിലായോ? ഇനി അടുത്തത് ദൈവസൃഷ്ടിയുടെ ആരംഭം എന്നതിന് ഗ്രീക്ക് വേർഡുണ്ട്, എഴുതിയിട്ടുള്ളൂ. ആർക്കയോസ്. ദൈവസൃഷ്ടിയുടെ ആരംഭമായ, ആർക്കയോസായ, ആരംഭമായ. ഇത് പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. കാരണം നമ്മൾ പഠിക്കാറുണ്ടല്ലോ ഒരു ശാസ്ത്രം, ആർക്കിയോളജി. അതിനർത്ഥം എന്താ? പണ്ടുള്ളത്, പുരാതനമായത്. അപ്പോൾ ദൈവസൃഷ്ടിയുടെ ആരംഭമല്ല, ദൈവസൃഷ്ടിയുടെ ദൈവസൃഷ്ടി അല്ല പറയുന്നത്, സൃഷ്ടിയുടെ ആരംഭമാണ്. മനസ്സിലായില്ല? സൃഷ്ടിയല്ല, പിന്നെ സൃഷ്ടിയുടെ ആരംഭം അവനാണെന്ന്. മനസ്സിലായോ? സൃഷ്ടിയല്ലവൻ, സൃഷ്ടിയുടെ ആരംഭകനവൻ, സൃഷ്ടി തുടങ്ങിയതവനാ. ഓക്കെ. പിന്നെ ഉണ്ട്, ഇതിന് പറയാവുന്ന അടുത്തൊരു വേർഡാണ് മജിസ്ട്രേറ്ററി. ആർക്കോണിന് പറയാവുന്ന വേറൊരു പേരാണ് മജിസ്ട്രേറ്ററി. പ്രിൻസിപ്പാലിറ്റി, ദ ആക്റ്റീവ് കോസ് ഓഫ് എ തിങ്. ഒരു വിഷയത്തിൻ്റെ ആക്റ്റീവ് കോസാണവൻ, ആരംഭകനാണവൻ. അവൻ ആരംഭമില്ലാത്തവനാണ്. അവൻ എന്തിൻ്റെ ആരംഭമാണ്? സൃഷ്ടിയുടെ ആരംഭകൻ, സൃഷ്ടി തുടങ്ങിയവൻ, സൃഷ്ടാവാണവൻ. ചുരുക്കത്തിൽ ട്രിനിറ്റിയുടെ പഠിപ്പിക്കലനുസരിച്ച് യേശു ഇല്ലാതിരുന്നൊരു കാലമില്ല, യേശു ഇല്ലാതിരിക്കുന്നൊരു കാലമില്ല. വരാനിരിക്കുന്ന നിത്യതയിൽ രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിച്ച് പുത്രൻ താൻ കീഴടങ്ങിയിരിക്കും. അപ്പോൾ അതിൻ്റെ കുറച്ചിലാണോ എന്നൊരു ചോദ്യം. പുത്രൻ കുറഞ്ഞൊരു ദൈവമാണോ? അല്ല. എന്താ കാര്യം? പറയാം. ഈ പിതാവ് പിടിച്ച് പുത്രനെ കീഴടക്കുമെന്നല്ല, ഇരിയുടെ അവിടെ ഇരുത്തുമെന്നല്ല. പിന്നെ എങ്ങനെ? പുത്രൻ കീഴടങ്ങും.
കാരണം പുത്രൻ എപ്പോഴും പുത്രനാ, അനുസരണയുള്ള പുത്രനാ. കീഴടങ്ങേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? സമത്വമുള്ളത് കൊണ്ടാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ഫിലിപ്പ് ലേഖനം 2:4 മുതൽ വായിക്കുമ്പോൾ ഇതാ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ പറയാം. ദൈവപിതാവ്, ദൈവപുത്രൻ, ദൈവപരിശുദ്ധാത്മാവ്. ആരംഭമില്ല, അവസാനമില്ല. നിത്യതയിലും ഇതിങ്ങനെ തന്നെയാണ്. പുരാതന നിത്യതയിലും അങ്ങനെ തന്നെയാണ്. ഞാൻ അതിൻ്റെ അത്യാവശ്യം നോട്ടുകൾ പകൽ കുറിക്കാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവരോട് വാങ്ങിയാൽ പകൽ വരാത്തവർക്ക് കിട്ടും. ശരി, നമുക്കിനി പുതിയ വിഷയത്തിലേക്ക് പോയാലോ? അപ്പോൾ നമുക്ക് ഈ ഘട്ടം സ്നാനമാകട്ടെ. സന്തോഷമാണോ? സ്നാനം സ്നാനം എന്ന് പറയുന്നത് നമ്മൾ സ്നാനത്തിലുള്ള ക്ലാസ്സല്ല, സ്നാനം സംബന്ധിച്ചുള്ള ചില വിവാദ വിഷയങ്ങളെ ഒന്ന് തൊട്ടുപോവാണ്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും. കാരണം ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ എടുത്താൽ അവർ സാറിന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവിടെ എങ്ങും ഈ സ്നാനം ഒരു കാരണവശാലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നടന്നിട്ടില്ല. അവരുടെ വാദമാണ്. അവിടെ എല്ലാം പറയുന്നത് പത്രോസ് അവരെ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കാൻ കൽപ്പിച്ചു. അപ്പോൾ എങ്ങനെയാണ് അത് ശരിയാകുന്നത്? അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചോദിക്കുക, അപ്പോസ്തലർ 28:19 എങ്ങനെ നടക്കുന്നത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഈശോമാർ ചെയ്ത് എങ്ങനെ? ആക്സ് 2:38 കിടക്കുകയാണ്. 2:30 എന്താ പറഞ്ഞത്? അവരെ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്താൻ. അപ്പോൾ ഇത് നമ്മൾ കോൺട്രഡിക്റ്ററി ആണോ? ആദ്യം മനസ്സിലാക്കണ്ടേ, അപ്പോസ്തല പ്രവൃത്തിയിൽ നടന്ന സ്നാനം, ഇവരെ വാദം ഒന്ന് പഠിച്ചിട്ട് അങ്ങോട്ട് പോകാം. ഇവർ പറഞ്ഞൊരു കാര്യം, പിതാവ് എന്ന ആർക്കെങ്കിലും പേരുണ്ടോ? ഇല്ലല്ലോ. പുത്രൻ എന്ന പേരുണ്ടോ? പരിശുദ്ധാത്മാവെന്ന് പേരില്ല. അത് കോമൺ നൗണാണ്. അപ്പോൾ ഒരു പേരുണ്ട് പിതാവിന്. എന്താ പേര് പിതാവിൻ്റെ? യഹോവ. പുത്രനൊരു പേരുണ്ടോ? എന്താ? യേശു. പരിശുദ്ധാത്മാവിന് പേരുണ്ടോ? പേരവർ ഉണ്ടാക്കും. അത് ഞാൻ പറഞ്ഞത് എങ്ങനെ? ആവശ്യം അവരല്ലേ ഉണ്ടാക്കിപ്പോവും. ഈ പോലീസുകാർ എസ് വളമുള്ള കത്തി ഉണ്ടാക്കി ഒരുത്തൻ്റെ കട്ടിലിനടി കൊണ്ടിട്ടിട്ട് ഭയങ്കര ഓർക്കുന്നുണ്ടോ അങ്ങനെ? എന്ന് പറഞ്ഞ പോലെ തെളിവ് ഇങ്ങനെ ഉണ്ടാക്കിക്കളയും. ബൈബിളിലെ വിഷയങ്ങൾക്ക് ഇങ്ങനെ തെളിവുണ്ടാക്കും. അപ്പോൾ അത് കേട്ടെ, പിതാവ് യാഹ്വേ, ആർക്കും തർക്കമില്ല. പുത്രൻ്റെ പേരെങ്ങനെ പറഞ്ഞേ? യേശു. യേശു എന്ന പേര് ഞാൻ പകല അതിൻ്റെ ഹീബ്രു പറഞ്ഞു. എങ്ങനെ? യാഹ്വേ യാഷ്വ. യാഹ്വേ യാഷ്വയാണ് യഹോഷുവ. അത് മലയാളീകരിച്ചപ്പോൾ യേശു. അപ്പോൾ ഇതിനകത്ത് യാഹ്വേ എന്ന് വന്നില്ലേ? അപ്പോൾ പിതാവിൽ യഹോ വന്നു, പുത്രന് യഹോ വന്നു. തന്നെയല്ലേ പുത്രനെ യഹോ എന്ന് വിളിച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ. പോട്ടെ, പരിശുദ്ധാത്മാവരാ യാഹ്വേ റൂഹയാണ്, യഹോവയുടെ ആത്മാവാണ്. അത് മൂന്നും കൂടി ചേരുന്ന പേരാണ് യേശു ക്രിസ്തുവിൻ്റെ പേര്. ഇതാണ് അവരുടെ വാദം. തെറ്റാണ്. പ്രഥമദൃഷ്ട്യാ മനസ്സിലാകുന്നത് തെറ്റാണ്. കാരണം 3 പേർ കൂടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കോമൺ നൗണേ ഉള്ളൂ, ഒരു പേരേ ഉള്ളൂ, യഹോവ. തർക്കമില്ല, ഒരു തർക്കമില്ല, നമുക്കും തർക്കമൊന്നുമില്ല. 3 പേരുടെയും പേരിൽ യഹോവയുണ്ട്, പക്ഷേ യേശു ക്രിസ്തു എന്ന് പേരില്ല. യേശു ക്രിസ്തുവിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടെന്ന് സ്ഥാപിക്കാൻ സാധിക്കില്ല. പക്ഷേ അവർ പറയുന്നൊരു കാര്യം, പുത്രൻ്റെ പേരിൽ ആധാരം എഴുതാൻ പറഞ്ഞാൽ പുത്രൻ്റെ പേരെന്നാണോ എഴുതുന്നത്, സാബു എന്നാണോ എഴുതുന്നത്? പേര് വേണമല്ലോ. അതെല്ലാം ലോജിക്കലാണ്. അവർ പൂട്ടിപ്പോകുന്ന കാര്യമുണ്ട്. ഈ പേര് എന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? നെയ്ം. അപ്പോൾ അല്ലെങ്കിൽ നാം, ഗ്രീക്കിൽ പറയുന്ന ഒനോമ എന്നൊരു പദമാണ്. ഒനോമ. ഈ ഒനോമ ഉപയോഗിക്കുന്ന 2-3 കാര്യത്തിനാണ്. ഒന്ന് അക്ഷരാർത്ഥി പേരിന്, നമ്മുടെയൊക്കെ പേരിന്. 2 ഒരാളുടെ അധികാരം, അതോറിറ്റി മീൻസ് ഇവിടെ ഉദ്ദേശിച്ച് എൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ നാമത്തിൽ ഒരു കാര്യം ചെയ്യണമെന്ന് എനിക്ക് തോന്നി. എൻ്റെ മോളെ വിവാഹം കഴിപ്പിച്ചയച്ചു, ആ നാമത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പെണ്ണിൻ്റെ പേര് പറഞ്ഞ് ചെയ്യണമെന്നില്ല. എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു അതിൻ്റെ നാമത്തിൽ. അപ്പം നാമം എന്നുള്ള പദം പല കാര്യത്തിനും ഉപയോഗിക്കാമെന്ന്. ഇങ്ങനെ എപ്പോഴും പേരല്ല. അത് പേരാണെന്ന് കൃത്യം ശടിക്കാൻ തുനിഞ്ഞാൽ ഒരു കാര്യം പറയേണ്ടി വരും, നമുക്ക് വരുവിൻ,
നമുക്ക് ആകാശത്തോളം എത്തുന്നൊരു കോട്ടയും നമുക്കൊരു പേരുമുണ്ടാക്കുക. അവരുണ്ടാക്കിയ പേരേതാ? അങ്ങനെയാണെങ്കിൽ പറയണമല്ലോ. നമുക്കൊരു പേരും ഉണ്ടാക്കുക. പേര് മസ്റ്റായിട്ട് പറയണോ സ്ഥാനത്തിനെന്ന് ചോദിച്ചാലും അതേ കാര്യമാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നിൻ്റെ നാമത്തിൽ, എൻ്റെ നാമത്തിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കൊടുത്താൽ പ്രതിഫലം ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങളെനിക്കൊരു ചായ തന്നിട്ട് പ്രതിഫലം കിട്ടണം, യേശുവിൻ്റെ നാമത്തിൽ ഈ ചായ കഴിച്ചു എന്ന് പറഞ്ഞാലേ കിട്ടുള്ളൂ. ഈ പറഞ്ഞനുസരിച്ച് നമ്മൾ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ കഴിച്ചാട്ടെ. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ഇവർക്ക് ഇതെന്തോ പറ്റിയെന്ന് തോന്നും അല്ലേ? പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ഈ വെള്ളം കുടിച്ചാട്ടെ, അങ്ങനെയാണോ പറയുന്നത്? പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത്? യേശുവിൻ്റെ നാമത്തിലാ. ആശയം പിടിയിട്ടോ? ശിശുക്കളെ എൻ്റെ അടുക്കൽ വരാൻ വിടുവീൻ, എൻ്റെ നാമത്തിൽ ഈ ശിശുക്കളെ കൈകൊള്ളുന്നവൻ. അങ്ങനെ വചനമില്ലേ? നമ്മൾ കുഞ്ഞിനെ എടുത്തിട്ട് കുഞ്ഞിഞ്ഞ് വന്നാട്ട് യേശുവിൻ്റെ നാമത്തിൽ അങ്കിളിൻ്റെ അടുത്തോട്ട്, അങ്ങനെയാണോ പറയുന്നത്? അല്ല. അപ്പോൾ അതിനകത്ത് ആ ഫോഷ്ക്ക് പിടിയിട്ടോ? ഇവർ ഈ പറയുന്നതിലെ വിവരമില്ലായ്മ മനസ്സിലായോ? ബാലിശമാണ് അങ്ങേറ്റം, ചൈൽഡീഷ്. സമയം പോവാ അതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ പേരെന്ന് കാണുന്നിടത്തെല്ലാം പേരല്ല. ദൈവത്തിൻ്റെ പേര് പറയുക എന്ന് പറയും. ഇങ്ങനെ ഇവിടെ തർക്കിക്കുക, അത് ബന്ധമില്ലാത്തതുകൊണ്ടാണ്. പുത്രൻ്റെ നാമത്തിൽ പറയാൻ പറഞ്ഞാൽ നമ്മൾ പിതാവേ എന്ന് വിളിക്കുകയാണെങ്കിൽ പേര് പറഞ്ഞ് വിളിക്കണമെന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഞാനിപ്പോൾ എൻ്റെ മോനോട് പറയുകയാണ്, പരിചയമുള്ള ഒരാൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പീടികയുണ്ട്, പാലൊക്കെ വാങ്ങും. അപ്പോൾ മോനോട് പറയാ, മോനങ്ങോട്ട് ചെന്നേ. അവിടെ ചെന്നിട്ട് ആ അങ്കിളിൻ്റെ അടുത്ത് പറയാം, പപ്പ പറഞ്ഞു ആ ഒരു 5-6 പാലിഞ്ഞ് കൊടുത്തു വിടും. അവനങ്ങോട്ട് ചെന്നിട്ട് പറയുന്നത് അനിൽ കൊടുത്തോടം പറഞ്ഞു പാല് വേണമെന്നാണോ? അങ്ങനെയാണോ പറയുന്നത്? ചേട്ടാ ഇനി വന്ന് എന്തുവാ അനിൽ കൊടുത്തോടം എന്ന് പറഞ്ഞ ആളിനെ അറിയാമോ? ഇല്ല. പുള്ളി പറയുന്നതല്ല പറയുന്നത്. കാരണം അവനറിയാം പപ്പ എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്ക് പിടികിട്ടും. കാരണം പപ്പായ ആ പുള്ളിക്ക് ഇവനെ അറിയാം, അവൻ്റെ പപ്പായ അറിയാം. പിടികിട്ടോ? മനസ്സിലായോ? ദൈവത്തെ നമുക്കറിയാവുന്ന ശരിക്കും. അവിടെ പേര് പറയണോ? ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ ഒരു സാധാരണ വാദമായിട്ട് ഞാൻ പറഞ്ഞ ഞങ്ങൾ കൂട്ടിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകാൻ പറഞ്ഞാൽ. ഇനി നമ്മുടെ ഒരു ചോദ്യം, ബൈബിളിൽ എവിടെയെങ്കിലും സ്നാനം നടത്തിയ ഒരു മാതൃകയുണ്ടോ? സ്നാപകൻ ഉപയോഗിച്ച വാക്കുകൾ ഇന്നതാകണം എന്നൊരു മാതൃക ബൈബിളിലുണ്ടോ? ഇല്ല. റിപ്പോർട്ടുള്ളതല്ല. മനസ്സിലായില്ല? ദൃക്സാക്ഷി വിവരണമില്ല, ഐ വിറ്റ്നസിൻ്റെ വിവരണമല്ല, മറിച്ച് ഉള്ളതല്ല എന്താ? വിവരണം. ഉള്ളത് നമുക്കത് കേട്ട കാര്യങ്ങൾ, അറിഞ്ഞ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. വ്യത്യാസം മനസ്സിലായില്ല? ഐ വിറ്റ്നസ്, അവിടെ നടന്ന സംഭവങ്ങൾ അതേപടി പറഞ്ഞ ഒരു രേഖ ബൈബിളിലില്ല. അടുത്തത്, ഈ കൽപ്പന കൊടുത്തതെല്ലാം സ്നാനപ്പെടുത്തുന്നവനോടല്ല പറഞ്ഞത്, പാപിയോട് പറയുക നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കാൻ. ഇപ്പോൾ പിടിയിട്ടോ പറഞ്ഞേ? സ്നാനപ്പെടുത്തിയവനോടല്ല പറഞ്ഞത്. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാൻ പറഞ്ഞാൽ ആരായിരിക്കണം ഈ വാക്ക് ഉച്ചരിക്കേണ്ട? ശരിക്കും പറഞ്ഞു താനെ വെക്കുന്നവനാ നിയമം മൂലം പറഞ്ഞാൽ ചെയ്യേണ്ട. കാരണം എന്താ? പെടുത്തി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അതിന് തെളിവൂടെ ഞാൻ പറഞ്ഞേക്കാം. ഒറ്റ രാത്രി 3000 പേരാ സ്നാനപ്പെട്ടെ. ശരിയല്ലേ? ഈ 3000 പേര് സ്നാനപ്പെടുമ്പോൾ നമ്മളിന്ന് ഈ ചെയ്യുന്ന പോലെ, ഇവിടുത്തെ പാസം ഞാനും ഒക്കെ ചെയ്യുന്ന പോലെ ഈ തണുത്ത വെള്ളത്തിൽ ഇറങ്ങി നിന്ന് മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി വെള്ളത്തിൻ്റെ തണുപ്പും നമ്മുടെ വൈബ്രേഷനും എല്ലാം കൂടി ഇട്ട് ഇങ്ങനെ ആയിരുന്നു ഒന്ന് സ്നാനപ്പെടുത്തിയേ. അങ്ങനെ എത്ര പേരെ സ്നാനപ്പെടുത്താം? നമ്മൾ മിച്ചം കാണുമോ? 12 അപ്പോസ്തലന്മാർ മുക്കി എത്ര പേരെ വരെ മുക്കാവുന്നു? നമ്മളൊരു 5-6 പേരെ മുക്കിക്കഴിഞ്ഞിട്ടൊരു വരുവാവും. 3000 പേരാ, 300 അല്ല, 3000 പേരെ 12 പേര് മുക്കി. അല്ലെ മുങ്ങിയവർ മുക്കിയെന്ന് പറയേണ്ടി വരും. കാരണം എന്താ? അത് പറ്റത്തില്ല. പുതിയ ശിഷ്യൻ അരുതെന്നു, ഇവർ തന്നെ മുഖിയേ പറ്റൂ. നികളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് പുതിയ ശിഷ്യനരുത്. ഈ 12 പേര് മുക്കിയെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ കസ്റ്റമറി സ്റ്റൈലിൽ റിച്വലൊന്നും പാലിച്ചല്ല മുക്കിയത്, അവരെ മുക്കിയെന്നേ അർത്ഥമുള്ളൂ. കിട്ടിയോ? പിന്നെ എന്താ ഇങ്ങനെ ഇന്ന് വന്നേ? അതിൻ്റെ കാരണം അതിനൊരു സഭ കെട്ടുറപ്പുള്ള സംവിധാനത്തിലേക്കൊക്കെ വന്നപ്പോൾ ഓർഡർ വേണം, മാന്യവും പക്വതയുമുള്ളൊരു ഓർഡർ പിൽക്കാലത്തുണ്ടായതാ. അതിനെന്താ കുഴപ്പം? നമ്മളിന്ന് ചെയ്യുന്ന ശൈലി മനസ്സിലായോ? അപ്പോൾ യേശുവിൻ്റെ നാമം എന്നല്ല ഈ പറഞ്ഞ എന്താ?
പലതരം സ്നാനങ്ങൾ ബൈബിളിലുണ്ട്. അവിടെ പഠിക്കണ്ടേ. പറയാവോ പലതരം സ്നാനം? പറയാവോ? പറഞ്ഞേട്ട്. യോഹന്നാൻ്റെ സ്നാനം, പിന്നെ മാനസാന്തര സ്നാനം അല്ലേ? പിന്നെന്താ? ശിശുസ്നാനം, യോഹന്നാൻ്റെ സ്നാനം, നമ്മുടെ കർത്താവ് പഠിപ്പിച്ച സ്നാനം അല്ലേ സഭയ്ക്കുള്ളത്. ഇത് കൂടാതെ ഉണ്ട് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നാഴിക തോറും പ്രാണഭയത്തിലാകുന്ന എന്തിന്? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്ന എന്തിന്? വായിച്ചിട്ടുണ്ടോ? 1 കൊരിന്ത്യർ 15 അതെന്തോ. അപ്പോൾ ആ ബാപ്റ്റിസം ഒന്ന് പഠിക്കാം. ഈ സ്നാനം യേശുവിന് മുമ്പേ ഉണ്ട്, യോഹന്നാന് മുമ്പേ സ്നാനമുണ്ട്. എന്തിനാ ഈ സ്നാനം? സ്നാനം അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ കുളി, അതേ അതിനർത്ഥമുള്ളൂ. അവിടെ നമുക്കൊന്ന് കേൾക്കാതെ. യഹൂദ മതത്തിലേക്ക് മറ്റുള്ള ആളുകൾ കൺവെർട്ട് ചെയ്ത് വരുന്ന പതിവ് അന്നുണ്ടായിരുന്നു. അവരെ വിളിച്ച് യഹൂദ മതാനുസാരികൾ, നിയോ കൺവേർട്സാണ്. ഇവർ മിക്കവാറും പാഗൺ റോമൻ മതത്തിലുമൊക്കെ പെട്ട ആളുകളാണ്. ഈ മതങ്ങളിലൊന്നും ഇല്ലാത്തൊരു കാര്യം യഹൂദ മതത്തിലുണ്ട്. ആ മതത്തിലൊക്കെ ശരീരം മുറിക്കുക, ചരലിൽ ഉരുളുക ഇത്യാദി ഒത്തിരി റിച്വൽസ് ആണെങ്കിൽ, ഇത് യഹൂദ മതം വലിയ ശുദ്ധീകരണത്തിന് പ്രാധാന്യം കൊടുക്കുന്നൊരു മതമാണ്. ശരീരശുദ്ധിക്ക് കുളിക്കുക, നനയ്ക്കുക, ഇതിനൊക്കെ വലിയ നിയമമാണ്. അതിൻ്റെ അനുകരണമാണ് ഇസ്ലാം. അത് രണ്ടും ഒരേ ഡെറിവേഷനാണ്, ഒരേ ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഇത്തരമൊരു മതത്തിലേക്ക് നീ ഇന്നു മുതൽ ചേക്കേറുന്നു എന്നതിൻ്റെ പ്രതീകാത്മകമായി, സിംബോളിക്കലായി മുങ്ങുന്ന പതിവുണ്ട് ആ പുരോഹിതന് കീഴിൽ. ഒന്ന് പിടികിട്ടിയോ? അപ്പോൾ ഈ പോകുന്ന ആൾക്കാർ എത്ര പേരെ മുക്കി എന്നതിൽ വലിയ സന്തോഷവാന്മാരാണ്. അപ്പോൾ ഇങ്ങനെ പോയി, അതല്ലേ 2, 3 കുന്നും മലയൊക്കെ കടന്ന് നിങ്ങൾ പോയി നിങ്ങളുടെ മതത്തിൽ ചേർക്കുമെന്ന് യേശു വിമർശിച്ച കക്ഷികളാണ്. ഈ പോയിട്ട് ഇങ്ങനെ പ്രസംഗിച്ച് ഇവർ വരുന്ന വഴിക്ക് ഇവർ ചിലർക്ക് തോന്നും, എടാ ഇതൊന്നും അറിയാതെ ഞങ്ങളുടെ ഒരപ്പച്ചൻ മരിച്ചുപോയി, അപ്പച്ചന് വേണ്ടി എന്നെ ഒന്നുകൂടെ മുക്ക്. മനസ്സിലായോ? ഈ കാര്യമൊന്നും കേൾക്കാതെ. അപ്പോൾ ഈ വന്ന പുള്ളിക്ക് പ്രത്യേകിച്ച് ഡോക്ടറൊന്നുമില്ല. പുള്ളി പറയും മുങ്ങിക്കോ, മരിച്ചുപോയ അപ്പച്ചന് വേണ്ടി നീ അങ്ങ് മുങ്ങ്. മനസ്സിലായോ? അപ്പോൾ ഈ ട്രഡീഷനിൽ നിന്ന് സാത്താനെ തള്ളി ഈശോയെ സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുന്ന പ്രമാണമല്ല, ഇതോട് കുറേ ബന്ധമുണ്ട്. അപ്പോൾ അതൊരു തരം സ്നാനമല്ല. അപ്പോസ്തലൻ ആ ഉദാഹരണം എടുത്തിട്ട് ചോദിക്കുക, മരിച്ചവർ ഉയർക്കുന്നില്ലേ പിന്നെ അപ്പച്ചന് വേണ്ടി നിങ്ങൾ മുങ്ങിയല്ലോ, ഇതിൻ്റെ കാരണം പറ, നിങ്ങൾക്ക് അറിയത്തില്ലേ പറ. ഇതാണ് കൊരിന്ത്യയിലെടുത്ത ആ പരാമർശം. അടുത്തത് സ്നാപകൻ്റെ സ്നാനം. ഈ സ്നാപകൻ പൊതുജീവിതത്തിൽ നിന്നും മാറി ചാവുകടലിൻ്റെ പടിഞ്ഞാറേ തീരത്ത് പാർത്ത ഒരു ജനതയ്ക്കൊപ്പം വസിച്ച ആളാണ്. സ്നാപകൻ അന്തസ്സായിട്ട് യെരുശലേം ദേവാലയത്തിൽ കഴിയാം, എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ട്, പുരോഹിതൻ്റെ മകനാണ്. അദ്ദേഹം അത് വിട്ടിട്ട് യേശു പോലും വിലപിടിപ്പുള്ള അങ്കിയും ചെരുപ്പുമൊക്കെ ധരിക്കുന്ന കാലത്ത് വെട്ടുക്കിളിയും കാട്ടുതേനും ഒക്കെ കഴിച്ച് പ്രാകൃതമായൊരു ജീവിതം നയിച്ച്, പ്രാകൃതം എന്ന് വെച്ചാൽ പ്രകൃതിയോടനുരൂപപ്പെട്ട ഒരു ജീവിതം നയിച്ച് ഈ ചാവുകടലിൻ്റെ പടിഞ്ഞാറേ തീരത്ത് വന്നു. ചാവുകടലിൻ്റെ പടിഞ്ഞാറേ തീരം എന്ന് പറയുന്നത് നമ്മൾ വായിക്കുമല്ലോ, ഏൻ ഗതി മുതൽ ഏൻ എഗ്ലയും വരെ എന്നൊരു പദം വായിക്കുമല്ലോ, ഈ ഭാഗം അവിടെ വന്ന വാർത്ത. അത് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്, അതിലപ്പോൾ ഇറങ്ങിച്ചെന്ന് പറയാം. മുഷിയാനാണോ പ്ലാന്? അപ്പോൾ ഇറങ്ങിച്ചെന്ന് പറഞ്ഞില്ല ഓക്കെയില്ല, നിങ്ങൾക്ക് എന്തോ ഒരു സന്തോഷമില്ലായ്മ പോലൊക്കെ. കാര്യം മനസ്സിലാകുന്നുണ്ടോ? സ്നാപകനെ ഒന്ന് പരിചയപ്പെടുത്തുക, ഒരു സ്നാനം പറയാൻ വേണ്ടി. മറ്റേ സ്നാനം വിട്ടേക്ക്, ഏതാ മരിച്ചവർക്ക് വേണ്ടിയുള്ളത് വിട്ടേക്ക്. ഇനി ആർക്കെങ്കിലും അങ്ങനെ കുറ്റബോധം വന്ന് മരിച്ചവർക്ക് വേണ്ടി മുങ്ങാൻ പ്ലാനുണ്ടോ? അങ്ങനെ ഉണ്ടേ അത് തെറ്റാ, അത് പറഞ്ഞേക്കുന്നത്. അടുത്തിലേക്ക് വരിക. ഈ 1947, അത് മറക്കുന്ന ആരിലും ഉണ്ടോ ഇവിടെ? 1947, 1947. അന്ന് ഈ ചാവുകടലിൻ്റെ പടിഞ്ഞാറേ തീരത്തുകൂടി
ഒരാട്ടിടയ ബാലൻ ആടിനെ തീറ്റിപ്പോവാ. ആടെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആടാ. അത് നമ്മുടെ ആടിൻ്റെ കൂട്ടൊന്നുമല്ല. നമ്മൾ വളരെ ആടിനെ വളർത്തിയിട്ട് അത് കണ്ട എക്സ്റേ എടുത്ത പോലെ ഇരിക്കും എൻ്റെ ആ രൂപവും ഭാവവും. അതല്ല ആട്, നല്ല തടിച്ചു കൊടുത്ത ആട്, നൂറുകണക്കിന് ആടുണ്ട്. ഇത് എണ്ണമെടുത്തപ്പോൾ ഒരാടിനെ കാണാനില്ല. ഈ ആടിനെ തിരക്കി പോയി ഇദ്ദേഹം ഇങ്ങനെ ഈ ചാവുകളൻ്റെ പടിഞ്ഞാറേ തീരത്തുകൂടി നടന്ന് ചില ഗുഹകളുള്ള സ്ഥലത്ത് വന്നിട്ട് ഇതിനകത്ത് വല്ല ആടുണ്ടോയെന്നറിയാൻ ഒരു കല്ലെടുത്തിരേറ്. ഈ കല്ല് ചെന്ന് ഏതോ ഒരു വസ്തുവിൽ തട്ടിയിട്ട് ഒരു മണിനാദം പുറത്തു. പുലി കയറി അതിനകത്ത് ആകാംക്ഷ കൊണ്ട് നോക്കുമ്പോൾ കണ്ട് ഈ പൊക്കമൊക്കെയുള്ള വലിയ മൺഭരണികളിരിക്കുന്നു. ആ മൺഭരണികളിൽ ഒന്നിൻ്റെ മൂടി മാറ്റി, ചിലതിന് 8 അടി വരെ പൊക്കുക. വലിഞ്ഞു കയറി അതിൻ്റെ മൂടി പൊക്കി അങ്ങോട്ട് നോക്കിയപ്പോൾ അതിനകത്ത് ഒരുതരം ചുരുളിരിക്കും. നമ്മുടെ പരമ്പൊക്കെ കണക്ക് പാചുരുട്ടി വെച്ചേക്കുന്നു. പൊക്കിയെടുത്തു നോക്കിയപ്പോൾ മൃഗത്തിൻ്റെ ചുരുളിൽ ഏതാണ്ട് എഴുതി ഇങ്ങനെ വെച്ചിരിക്കുക. നമ്മളാണെ ആ ആഴ്ചയിൽ തന്നെ ആ ബന്ധനം അഴിക്കാൻ ആരെങ്കിലും വരുത്തും. അയ്യോ, കൈകൊണ്ട് തൊട്ടുപോയല്ലോ. ഇയാളിതൊന്നും ചെയ്തില്ല. ഇയാളിത് കൊണ്ട് ടൗണിൽ വിറ്റു. ആ പയ്യൻ്റെ പേരൂടെ പഠിച്ചു. മുഹമ്മദ് അൽ ദിബ് എന്നായിരുന്നു. എങ്ങനെയാ? മുഹമ്മദ് അൽ സിബ് എന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞ് പറയരുത്. അതേ ഉള്ളൂ. മുഹമ്മദ് അൽ ദിബ്. ഇതൊരു ബെഡൂവിയൻ ബാലനായിരുന്നു, കാട്ടറബി. അപ്പോൾ ഈ കാട്ടറബിക്ക് അക്ഷരം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവൻ ഇതുകൊണ്ട് വിറ്റ സമയത്ത് സിറിയയിലെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോഷുവ സാമുവൽ അതുവഴി വന്നു. യാക്കോബ സഭയുടെയാണ്. പുള്ളി ആ കടയിൽ കയറി സാധനം വാങ്ങിക്കാൻ വന്നാൽ അപ്പോൾ ആ ചെരുപ്പ് കുത്തി ഈ സാധനം കൊണ്ട് വെട്ടാൻ തുടങ്ങിയ പുള്ളി പറയും, അവിടെ വെക്ക്, വെട്ടരുത്, അവിടെ തെക്ക്, അതിൻ്റെ വില തന്നേക്കാന്ന്. ഇതെവിടുന്നാണ് കിട്ടിയേ? ഇന്നെടുത്താ. പിന്നെ നടന്നത് ബൈബിൾ പഠനങ്ങളുടെ ചരിത്രത്തിലെ ഒരു വലിയ വിസ്മയമായി. എന്ന് നോക്കിയപ്പോൾ ഇത്തരം നിരവധി ഗുഹകളിൽ ആയിരക്കണക്കിന് കൽഭരണികൾ, അതിലെല്ലാം ഇത്തരം എഴുത്തുകൾ. എന്താണെന്നറിയോ? ബൈബിള്. കാരണം അന്നത്തെ ബൈബിൾ ഇങ്ങനെ ചുരുള. ഇന്നൊക്കെ അതില്ലാഞ്ഞ നമ്മുടെ ഭാഗ്യം. കാരണം അത് ചുമക്കാൻ നമുക്ക് പറ്റില്ല. ലോഡിങ് ആര് വരികയും ചെയ്യും, അമ്മാർ നോക്കുകൂലി മേടിക്കുകയും ചെയ്യും. ബൈബിളും കൊണ്ട് നമ്മളിങ്ങനെ വരണം. യെശയ്യാപ്രവചനം തന്നെ വലിയൊരു ചുരുളാണ് യെശയ്യാപ്രവചനമായി കിട്ടിയത്. കാരണം അന്ന് ഈ കോപ്പി എഴുതി സൂക്ഷിക്കുന്ന ആ പതിവ്. അതിലൊരു കോപ്പി കയ്യെഴുത്ത് പ്രതി. ഈ കിട്ടിയ കയ്യെഴുത്ത് പ്രതി എഴുതുന്ന സ്ഥലത്തിൻ്റെ പേര് എന്തെന്നാ? ചാവുകടലിൻ്റെ പടിഞ്ഞാറേ തീരം. ആ സ്ഥലത്തിൻ്റെ പേരുണ്ട് കുമ്രാൻ. QUMRAN, കുമ്രാൻ. കുമ്രാൻ ഗുഹയിൽ നിന്ന് ഇത് കിട്ടിയത് കൊണ്ട് ഇതിന് പേര് പറഞ്ഞു കുമ്രാൻ സ്ക്രോൾ, അല്ലെങ്കിൽ ഡെഡ് സീ സ്ക്രോൾ. ഈ ഡെഡ് സീ സ്ക്രോളും അവിടുന്ന് മറ്റ് പുസ്തകങ്ങളും എല്ലാം കിട്ടി. അതെല്ലാം പഠിച്ചു വന്നു. അപ്പോൾ കിട്ടാതെ പോയ ഒരൊറ്റ പുസ്തകമുള്ളൂ, പഴയ നിയമത്തിലെ ഒറ്റ പുസ്തകമുള്ളൂ, ബുക്ക് ഓഫ് എസ്തേർ. എന്താ എസ്തേറിൻ്റെ കിട്ടാഞ്ഞേ? എസ്തേർ ആ ലാസ്റ്റ് എഴുതിയ കൃതി. ഇത് ഈ സംഭവം നടക്കുമ്പോൾ എസ്തേർ ജനിച്ചിട്ട് പോലുമില്ല. ബാക്കി 38 പുസ്തകങ്ങളുടെയും ചുരുൾ കയ്യെടുത്ത് പ്രതി കിട്ടി. ഒടുവിൽ ഇതെങ്ങനെ ഇവിടെ വന്നു? പഠനം നടത്തി വന്നപ്പോഴാണ് മനസ്സിലായത് യഹൂദന്മാർക്കിടയിലെ ഒരു സന്യാസ സമൂഹം, പ്രാർത്ഥന മനുഷ്യർ, മഷിക വരുമെന്ന് കാത്തിരുന്നു. ഏൻഗതി മുതൽ ഏനങ്കളയും വരെ മീൻപിടിക്കാർ വല വീശുമെന്ന് പറയുന്ന സ്ഥാനത്ത് ഒരു പെരുത്ത മീൻകൂട്ടമുണ്ടാകുന്ന വാഗ്ദത്വമൊക്കെ കേട്ട് അവിടെ വന്ന് ആത്മീക ജീവിതം നയിച്ച പ്രാർത്ഥനാ മനുഷ്യരായിരുന്നു. മനസ്സിലായോ? യോഹന്നാനും പതുക്കെ വന്ന് അവരുടെ കൂടെ കൂടി. ശിംശോൻ ചെയ്തതിൻ്റെ വിപരീതം. അവനും വാഗ്ദത്വമൊക്കെ ഉള്ളവനാ. അവൻ കൂടി ടൗണിലേക്ക് പോയി കലിങ്കേ പോയിരുന്നുകൊണ്ട് ചോദിക്കുക, പോക്താവിൽ നിന്ന് ഭോജനവും മല്ലലിൽ നിന്ന് മധുരവും പുറപ്പെട്ടു. വല്ലതും മനസ്സിലായോ? ദൈവനെ നടത്തിയ വഴികളൊക്കെ എവിടെ ചെന്നാ പറഞ്ഞേ? ടൗണിൽ നിന്ന്. യോഹന്നാൻ എവിടെ നിന്നേ? ടൗണിൽ നിന്ന്. നമ്മുടെ ആരുടെയും ജീവിതത്തോട് ഇടപഴകി സ്വയം നശിക്കാതെ സ്വയം ഓടി ഒളിച്ച് ഇവിടെ വന്നു. ഇവിടുന്ന് വരുന്ന ആളുകളെ ടൗണിലെ ആത്മീകരായ മനുഷ്യർ കണ്ടാൽ മനസ്സിലാക്കി ഇത് വലിയ ദിവ്യന്മാരാണ്. എന്നാൽ ശരിയായിരുന്നു, അത്ര നല്ല വിശുദ്ധന്മാരായിരുന്നു. അതുകൊണ്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവരെ കൊണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്
അനുഗ്രഹമെന്ന് കരുതി ഇടയ്ക്ക് പ്രാർത്ഥിക്കാനും ഉപദേശിക്കാനും ഒക്കെ ഇങ്ങ് കൊണ്ടുവരും. അത്ര നല്ല മനുഷ്യരും പ്രാർത്ഥന മനുഷ്യരാണ്. ഈ വരുന്നവരോടൊക്കെ വിട്ടുവീഴ്ചയില്ലാതെ പ്രസംഗിക്കുമ്പോൾ കേൾക്കുന്ന യഹൂദന് പെട്ടെന്നൊരു കുറ്റബോധം തോന്നിയിട്ട് താൻ തെറ്റുകാരനാണല്ലോ നോർത്തിട്ട് പറയും, എന്നെ ഒന്ന് സ്നാനപ്പെടുത്തണം. അതാണ് മാനസാന്തര സ്നാനം. മനസ്സിലായോ? യോഹന്നാൻ കഴിപ്പിച്ച സ്നാനം മനസ്സിലായോ? അത് പറയാനാ ഞാൻ ഈ കിടന്ന് വിഷമിച്ചല്ല. അല്ല, പിടികിട്ടിയോ? അത് നമ്മൾ എവിടെ പോയി? 47. അവിടെ നിന്ന് എവിടെ പോയി? ചാവുകടലിൻ്റെ പടിഞ്ഞാറേ തീരത്ത്. ചെറുക്കൻ ആടിനെ തീറ്റി നടന്നത്. ഇതൊക്കെ ചരിത്ര രേഖകളാണ്. യോഹന്നാൻ അവരോടെ കൂടി. ആ യോഹന്നാനാണ് മാനസാന്തര സ്നാനം നടത്തിയത്. മാനസാന്തര സ്നാനം ഇങ്ങനെ കഴിപ്പിക്കുമ്പോൾ യേശു നടത്തിയ സ്നാനം, പഠിപ്പിച്ച സ്നാനം വേറൊന്നാണ്. അത് തന്നെ ആ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്. എന്തെന്നാ? എൻ്റെ പിന്നാലെ ഒരുത്തം വരുന്നുണ്ട്, അത് ഞാനീ തരുന്നൊന്നുമല്ല. ഇതെല്ലാം പഠിപ്പിച്ചു യേശുവിനെക്കുറിച്ച്. യേശുവിൽ പരിശുദ്ധാത്മാവ് വന്നു, യേശു സ്നാനമേറ്റു, ഇതൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞ് യേശു പഠിപ്പിച്ചു സ്നാനത്തെക്കുറിച്ച്. ഇനിയൊരു ചോദ്യം, യേശു സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ? സത്യം പറഞ്ഞു, സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ? യേശു സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ? 4:1 യോഹന്നാൻ്റെ സുവിശേഷം 4:1 വായിച്ച്. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ലതാനും. അവൻ യഹൂദ്യദേശം വിട്ട് ശിഷ്യന്മാരല്ലാതെ യേശുദാനും സ്നാനം കഴിപ്പിച്ചില്ലതാനും, അല്ലേ? അപ്പോൾ സ്നാനം യേശു കഴിപ്പിച്ചില്ലെങ്കിൽ ഇവരെ പിന്നെ ആരാ സ്നാനം കഴിപ്പിച്ച്? ശിഷ്യന്മാരായത് എങ്ങനെ ഇവർ? പരസ്പരം മുഖ്യ മുമ്പ് പറഞ്ഞോലെ യോഹന്നാൻ്റെ സ്നാനം തീർന്നല്ലോ, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ആ സ്നാനത്തിന് വാലിഡിറ്റി നമ്മൾ കൊടുക്കുന്നില്ല. യേശു സ്നാനപ്പെടണമെന്നില്ല, ആവശ്യമില്ല. ഇവരെ മുക്കാൻ യോഗ്യനാരാവും? യേശു പഠിപ്പിച്ച സ്നാനപ്രകാരം ഇവരെ മുക്കാൻ യോഗ്യനാരാ? യേശു തന്നെ മുക്കണം. പക്ഷേ ഇവിടെ പറയാം യേശു മുക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ ആദ്യ സ്നാനം എവിടെ ആര് നടത്തി? വല്ല പടിയുണ്ടോ? സാധുവായൊരു സ്നാനം വഹിച്ച് പോസിബിളായൊരു സ്നാനം നടക്കണം, വേണ്ടേ? സ്നാനപ്പെടാത്തവന് സ്നാനപ്പെടുത്താൻ പറ്റുമോ? പറ്റുകയില്ല. അങ്ങനെയാണ് എന്തോ ചെയ്യുന്നത്? പൗല് പത്രോസ് അന്ത്രയോസിനെ സ്നാനപ്പെടുത്തിയെന്ന് കൂട്ടിക്കുമോ? പത്രോസിനായാലും സ്നാനം കൊടുക്കണ്ടേ? അല്ല, അന്ത്രയോസ് പത്രോസ് സ്നാനപ്പെടുത്തിയ പുള്ളിക്കായാലും സ്നാനം കൊടുക്കണ്ടേ? അപ്പം എന്തോ ചെയ്യും? അതൊരു പ്രശ്നമാണ്, അല്ലേ? നമുക്കത് പരിഹരിച്ചു പോവാം. ഞാനോ നിങ്ങളോട് പറയുന്നു, യേശു സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം പിന്നെ ഇവിടെ ഇരിക്കുക, യേശു സ്നാനപ്പെടുത്തിയിട്ടില്ല. അത് സത്യ. കാരണം ശിഷ്യന്മാരായി കഴിഞ്ഞപ്പോൾ യേശു സ്നാനപ്പെടുത്തണ്ട, ശിഷ്യന്മാരുണ്ടല്ലോ. അതുകൊണ്ട് മാത്രം നിങ്ങൾ വിശ്വസിക്കേണ്ട. വാക്യം തരാം. ആദ്യ റൗണ്ട് സ്നാനം യേശു നടത്തിയെന്ന ഞാൻ അനുമാനിക്കുന്നത്. വെറുതെ അനുമാനമല്ല, തെളിവുണ്ട്. അത് കഴിഞ്ഞ് യേശു സ്നാനപ്പെടുത്തിയിട്ടില്ല. കാരണം 4:1 പറയുക യേശു സ്നാനപ്പെടുത്തിയില്ല. 4-ാം അധ്യായം പറയണമെങ്കിൽ 3-ാം അധ്യായം കഴിഞ്ഞല്ല വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 3-ാം അധ്യായം നമുക്ക് പഠിക്കാം. അതിൻ്റെ 22 വാക്യങ്ങൾ നോക്കിയേ. 3-ാം അധ്യായം. അതിന്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ്യ ദേശത്ത് വന്നു അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യേശു സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. പിന്നെ യോഹന്നാനും ശലേമിന് അരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു. അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെ വാദം. ശുദ്ധീകരണം ലേവ്യ 21 കാര്യത്തെക്കുറിച്ചൊരു വാദം നടന്നു. അപ്പോൾ അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, യോർദാൻ അക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ. ശ്രദ്ധിക്കണം, 22-ാം വാക്യത്തിൽ ശിഷ്യന്മാര് യോഹന്നാന്റെ അടുക്കൽ വന്നിട്ട് പറയാ, റബ്ബി, യോർദാനക്കര നിന്നോടുകൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ ഇതാ സ്നാനപ്പെടുത്തും.
ശരിയാണോ? മനസ്സിലായോ? അതിനുശേഷം യേശു സ്നാനപ്പെടുത്തണ്ട. 4-ാം അധ്യായം ഇപ്പം പറയുക യേശു സ്നാനപ്പെടുത്തിയിട്ടില്ല. ഇവിടെ യേശു സ്നാനപ്പെടുത്തി. യേശു സ്നാനം കൊടുത്തെങ്കിലേ ഈ സ്നാനത്തിന് വാലിഡിറ്റി ഉള്ളൂ, അല്ലെങ്കിൽ ഇവരെ മുക്കാൻ അർഹരായിട്ട് ആരുമില്ല. അപ്പോൾ നമ്മുടെ വിഷയം യേശു സ്നാനപ്പെടുത്തിയ നാമമാണ്. സ്നാനപ്പെടുത്തിയ നാമത്തിലേക്ക് വേഗത്തിൽ പോകാം. സ്നാനപ്പെടുത്താൻ ഉപയോഗിച്ച നാമം ഞാൻ പറഞ്ഞു, ഒരു നാമത്തിലും സ്നാനപ്പെടുത്തിയായിട്ട് ബൈബിളിലില്ല. എന്നാൽ ഒരു ചെറിയ സൂചന അനുകൂലമായിട്ടുള്ളത് ട്രിനിറ്റിക്കാണ്. ശരിയാണോ നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 19 എടുത്തേ, 1 മുതൽ വായിച്ചേ. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന്, എഫെസോസിലെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. പരമദയനീയം അവിടുത്തെ അവസ്ഥ. എന്താ? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല. പിന്നെ എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന്, അപ്പോൾ യഥാർത്ഥത്തിൽ സ്നാനപ്പെട്ടാൽ പരിശുദ്ധാത്മാവെന്നും കേൾക്കാം. കേൾക്കും. പരിശുദ്ധാത്മാവ് ഉണ്ടെന്നേ കേട്ടിട്ടില്ല. ഇവിടെ പറയുക അപ്പോൾ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം. പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടില്ലാത്തൊരു പറയുക അങ്ങനെ ഞങ്ങൾ കേട്ടിട്ടേ ഇല്ല. അപ്പോൾ എന്തു പറ്റി? വായിക്കാം. യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ച് തൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. അവിടെ കിടക്കുന്നത് എങ്ങനെയാ? യേശു പഠിപ്പിച്ച ടീച്ചിങ്സിൻ പ്രകാരം സ്നാനമേറ്റു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയെന്നല്ല. ആ കേട്ട ഹിയറേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസ് എങ്ങനെ പ്രതികരിച്ചു എന്ന് മാത്രമാണ് റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് കണ്ടാൽ അവിടെല്ല ഓർക്കേണ്ടത് മുമ്പ് പറഞ്ഞ സ്നാപകൻ്റെ സ്നാനം, മരിച്ചവരുടെ സ്നാനം, വ്യത്യസ്ത ടൈറ്റിലുകളിലുള്ള സ്നാനത്തിൽ നിന്ന് യേശുവിൻ്റെ ടീച്ചിങ്സ് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു അതാ സൂചിപ്പിക്കുന്നു. ഇനി അതിന് മറ്റൊരു തെളിവ് കൂടി പറഞ്ഞ് അവിടെ വിടാം. ശ്രദ്ധിച്ചേ, മറ്റൊരു തെളിവ് എന്താണ്? ഈ അപ്പോസ്തല പ്രവൃത്തി. നമ്മൾ ഒരു ഡോക്ട്രിൻ എടുക്കുമ്പോൾ ആ ഡോക്ട്രിൻ എടുക്കത്തക്ക ബേസ് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റലിനുണ്ടോ? ഒന്നൊരു ഭക്താക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ ആശയങ്ങൾ സഭാചരിത്രപരമാണ്, ചരിത്രപരം, ഡോക്ട്രിനലല്ല. ഡോക്ട്രിൻ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഡോക്ട്രിനലല്ല. എന്താ കാര്യം? പറയാം. അപ്പോസ്തല പ്രവൃത്തിയിലെ ശൈലികൾ മാതൃകയാക്കിയാൽ ആ മാതൃകയിൽ ചില പ്രശ്നങ്ങളുണ്ട്. അവിടെ എന്തൊക്കെയാണ് കണ്ടേ? തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വച്ചു. ഇത് ഉപദേശപരമാണോ? ഉപദേശപരമായി ശരിയാണോ? ആവേശം കയറി ചെയ്ത അതിന് പ്രമാണമൊന്നുമില്ല. തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ഒരിടത്ത് വെച്ച് ഭക്ഷണം കഴിച്ചാൽ ഈ ദുരിതാശ്വാസ ക്യാമ്പ് പോലെ ഇരിക്കും ആ ജീവിതം. ശരിയല്ലേ? പ്രളയകാലത്തൊക്കെ ആൾക്കാർ ജീവിച്ച പോലെ. അത് നമ്മളെല്ലാം ഉള്ളത് വിറ്റ് പെറുക്കി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ താമസിച്ചാൽ ആ ജീവിതം എന്താ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്? സോഷ്യലിസമാണെന്നൊക്കെ പറയും. ദൈവവചന പ്രധാനമുള്ള കാര്യമൊന്നുമല്ല. ആവേശം കയറി ചെയ്ത അതിൻ്റെ പരിണിത ഫലമായിട്ട് എന്ത് ചെയ്തു? ഒരു കുടുംബം തകർന്നു കിട്ടി. ആവേശം കയറി ചെയ്ത ഒരു കുടുംബം തീർന്നു കിട്ടിയെന്ന്. അനന്യാസ സഫീരൻ തീർന്നില്ലേ? അവരുടെ മക്കളുണ്ടോ? അവർക്ക് എന്ത് പറ്റിയെന്നൊന്നും അറിയില്ല. അനാഥമായില്ലേ? ഉണ്ടെങ്കിൽ ഇത് ഡോക്ടറിനാണോ? അല്ല. അടുത്തത് പൗലൂസ് തലമുട്ടയടിച്ചുകൊണ്ട് വീണ്ടും പള്ളിയിൽ പോയി. ഉപദേശമാണോ? അല്ല. തീമോഥെയോസിനെ പരിച്ഛേദന കൽപ്പിച്ചു. ഉപദേശമാണോ? ആണോ? അത് സംഭവങ്ങളാണ്. തെറ്റുപറ്റുന്ന മനുഷ്യനോട് തെറ്റുപറ്റാത്ത ദൈവം എങ്ങനെ ഇടപെട്ടു എന്നതിൻ്റെ സൂചനയാണ് അപ്പോസ്തല പ്രവൃത്തി. അത് ഓപ്ഷണലാണ്, മാതൃകയാക്കാവുന്ന അതിലുണ്ട്. മോറൽ ലോസും ടീച്ചിങ്സും എല്ലാം മാതൃകാപരമാണ്. പക്ഷെങ്കിൽ
ഏത് കാര്യവും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറയുന്നത് ലേഖനങ്ങളിലാണ്. ലേഖനങ്ങളിൽ പറയുന്നത് യേശു പഠിപ്പിച്ചതിൽ വ്യക്തതയില്ലാത്ത അല്ലെങ്കിൽ മുഴുവൻ വരാത്ത കാര്യങ്ങളാണ് ലേഖനങ്ങളിൽ പറയുന്നത്. ഉദാഹരണം, യേശു അന്യഭാഷ പറയുന്നതിനെക്കുറിച്ചൊന്നും പഠിപ്പിച്ചില്ല. അന്യഭാഷ പറയുന്നതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞു, സംഭവം പറഞ്ഞു. ഡോക്ടറിനാക്കുന്ന എവിടാ? 1 കൊരിന്ത്യർ 14. അത് തന്നെ ഒന്ന് പറഞ്ഞെങ്കിലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. ശ്രദ്ധിച്ചാട്ടെ, വിഷയം വിട്ട് പോകില്ല. ഈ പറഞ്ഞത് അല്പം വിഷയം വിട്ട് പുറത്ത് പോയെങ്കിലേ ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ. ഞാൻ അവിടെ നിൽക്കട്ടെ തൽക്കാലം. ഒരു ദിവാസൻ ഉപാസപ്രാർത്ഥനയ്ക്കിടയ്ക്ക് ചോദിച്ചു, ഈ അലിഗറി ഉള്ളു പറയുന്നൊരു പാസ്സായിരുന്നു. അബ്രഹാം തൻ്റെ ബാല്യക്കാരെ വഴിയിൽ നിർത്തിയിട്ട് ബാലനുമായിട്ട് പോയി യാഗം കഴിച്ചു. ഈ വചനമൊക്കെ ശരിക്ക് പ്രസംഗിച്ചിട്ട് ഒരു സഹോദരിയോട് ചോദിച്ചു, ഇന്ന് പകൽക്കാലം നീ നിൻ്റെ ബാല്യക്കാരെ വഴി നിർത്തിയിട്ടാണോ വന്നതെന്ന് ചോദിച്ചു. പുള്ളിക്കാരി പറഞ്ഞു, ചുമ്മാ ആവശ്യമില്ലാത്ത വിധി സംസാരിക്കരുത്, എന്നാ ഈ പറയുന്നത് ചോദിച്ചു. ആശ പിന്നെ അത് പറഞ്ഞു കൊടുത്തു. ബാല്യക്കാരെന്ന് പറഞ്ഞാൽ പക, പിണക്കം, ക്രോധം, ജാരശങ്ക ഇതെല്ലാം എടുത്ത് പറഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത്. ഞാൻ വിഷയം വിട്ടു പോവല്ല, ബാല്യക്കാർ വഴി നിൽക്കട്ടെ. ഞങ്ങളെ ഒരു അപ്പച്ചൻ ഇങ്ങനെ പഠിപ്പിച്ചു, ഇതെല്ലാം എന്തുവാ പകയും പിണക്കവും ഒക്കെ വെച്ചിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, അത് യാഗം കഴിഞ്ഞ് പോയപ്പോൾ ഇവരെയും കൊണ്ട് തിരിച്ചല്ലേ പോയത്? അപ്പോൾ ഇത് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാൻ പറ്റും. മിണ്ടരുത്, അവിടിയുടെ അഹങ്കാരി എന്നോട് പറഞ്ഞു. നീ എന്നാ സംസാരിക്കുന്നത് ചോദിച്ചു. അത് പോട്ടെ. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം അതവിടെ നിർത്താം, സാധനം അവിടെ നിൽക്കട്ടെ. അത് പറയാൻ വേറൊരു കാര്യം പറയാം. ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മളൊരു കാഴ്ച കണ്ടു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ അവരിരുന്ന് ആ വീട് മുഴുവൻ നിറച്ചു. അഗ്നിജാല പോലെ വിടന്നിരിക്കുന്ന നാവുകളവർക്ക് പ്രത്യക്ഷമായി. ഓരോരുത്തർക്ക് ദൈവം ആത്മാവ് ഉച്ചരിക്കാൻ നൽകിയ പോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇതെവിടെയാണ് നടക്കുന്നത് സംഭവം? എവിടെയാണ് സംഭവം നടക്കുന്നത്? മർക്കോസിൻ്റെ മാളിമുറി. വാക്യം തരാമോ? മർക്കോസിൻ്റെ മാളിമുറിയാന്ന്. എത്ര പേരുണ്ട്? 120 പേരുണ്ടോ? വാക്യം തരാമോ? വാക്യം കറക്റ്റില്ല, നമ്മുടെ അനുമാനമാണ്. കാരണം 3 ഗാദറിംഗ് ഉണ്ട് അവിടെ. ഗാദറിംഗ് 1, 15-ാം വാക്യം. അക്കാലത്ത് ഏകദേശം 120 പേരുള്ള സംഘം. പിന്നെ കാണുന്നത് 12-ാം വാക്യം. 1-12, 1-15, 2-1. 3 സംഭവമാണ്. 120 പേര് കൂടിയ സംഘം അല്ല. മർക്കോസിൻ്റെ മാളിക മുറി ആദ്യമുണ്ട്, രണ്ടാമത് മർക്കോസിൻ്റെ മാളിക മുറിയായിരുന്നില്ല. അവിടെ 120 പേരൊന്നുണ്ട്. 3-ാമത് 2 ഇല്ല. അപ്പോൾ അനുമാനം അത് കേട്ടോ, കൃത്യം ഓർത്തിരിക്കാനാണ് ഇത് പറയുന്നത്. ഇനി അങ്ങനെ പറഞ്ഞത് തെറ്റൊന്നുമില്ല. കാരണം അവിടെ നമുക്ക് കൂടാൻ പറ്റിയൊരു സ്ഥലം മർക്കോസിൻ്റെ മാളിക മുറിയാണ്. തെറ്റല്ലെന്നല്ല, ശരിയത്. പക്ഷേ ലിറ്ററലി തെളിവെടുക്കുമ്പോൾ ഇല്ല, അതെന്ന് പറയാൻ വേണ്ടിയാണ്. 120 പേരൊന്നും പറയാൻ പറ്റില്ല. സെഹിയോൻ പ്രാർത്ഥനാലയം എന്നൊക്കെ എഴുതി വെക്കുമ്പോൾ അത്ര കറക്റ്റാണോ എന്ന് ഓർക്കാൻ വേണ്ടി. ഈ മാതൃകയിലാകണോ ഇന്നത്തെ നമ്മുടെ അഭിഷേകം? ഇതുതന്നെയാണോ നമ്മുടെ ഇപ്പോഴത്തെ മാതൃക? എൻ്റെ ചോദ്യമാണ്. ഈ രീതിയിലാണോ നമുക്കിപ്പോഴും കിട്ടുന്നത്? അതിൻ്റെ ആ മോഡ് ഓഫ് പ്രസൻറ്റേഷൻ ഇല്ലേ ദൈവം നമുക്ക് തരുന്ന ആത്മപകർച്ചയുടെ മാനദണ്ഡം ആക്ട്സ് ചാപ്റ്റർ 2 ആണോ എന്ന് എൻ്റെ ചോദ്യം. അല്ല. എന്താ പറയാൻ കാരണം? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അന്യഭാഷ കിട്ടിയപ്പോൾ അഗ്നിജാല പോലെ ഇവിടെ നിൽക്കുന്ന നാവ് പ്രത്യക്ഷമായോ? ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചോ? കൊടിയ മുഴക്കം ഉണ്ടായോ? ഒന്നുമില്ല. നമുക്ക് തന്നെയല്ല, കൊർന്നല്യോസിൻ്റെ വീട്ടിലൊന്നും ഇതുണ്ടായില്ല. മറ്റടുത്ത സ്ഥലങ്ങളൊന്നും ഈ രീതി കാണുന്നില്ല. ഇത്രയുള്ളതിൻ്റെ കാരണം ബൈബിളിലെ സംഭവങ്ങൾ ഒരു കോപ്പി ബുക്ക് ശൈലിയിൽ ആവർത്തിക്കുന്ന പതിവില്ല. വ്യത്യസ്തമാണ്. അതിലും വലിയ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒരിക്കലാണ് അവൻ കടലിൻ മീതെ നടന്നത്. വെള്ളം കാണുമ്പോഴെല്ലാം നടക്കല്ല. മനസ്സിലായില്ലേ? എല്ലാം വ്യത്യസ്തതകളാണ് യേശു ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ബ്രദർമാരൊക്കെ നമ്മോട് ചോദിക്കാറുണ്ട്, അന്നെല്ലാവർക്കും മനസ്സിലായി, ഇന്നെന്നാ മനസ്സിലാകാത്തത്? ഇന്ന് മനസ്സിലാകാത്ത ഡോക്ടറിനുള്ളതുകൊണ്ടാണ് മനസ്സിലാകാത്ത. കാരണം എന്താ? അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞ കാര്യങ്ങൾ സംഭവമാണ്, അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ എടുത്തിട്ട് അവിടെ നിയമം എഴുതിയിരിക്കുക, എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിയമം എഴുതിയിരിക്കുക. ഇത് സംഭവം, മറ്റേ നിയമം. വായിച്ചേ 14-ന്റെ 1 മുതൽ വായിച്ചേ. സ്നേഹമാചരിപ്പാൻ ഉത്സാഹിപ്പീൻ, പിന്നെ ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ. പിന്നെ
അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ. ഈ ഒറ്റ വാക്യത്തിൻ്റെ മുമ്പിൽ ബ്രദറൻ സഭ പൊട്ടും. അത് പൊട്ടും, ഇനി ആര് വന്നാലും പൊട്ടും. കാരണം എന്താ? അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ, ആരും തിരിച്ചറിയുന്നില്ല. ആശി തിരിച്ചറിഞ്ഞു, നമുക്ക് ഉപദേശം തന്നപ്പോൾ പറയാണ് ആരും തിരിച്ചറിയുന്നില്ല. എന്താ മനസ്സിലായി? പിടികിട്ടിയ കാര്യം തന്നെയല്ല. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? എന്തോ ചെയ്യണം? വ്യാഖ്യാനിയില്ലെങ്കിൽ മിണ്ടാതിരിക്കാനും വാക്യമില്ല. അതെന്താ? 28-ാം വാക്യം വായിച്ചേ. എന്ത് ചെയ്യണമെന്ന്? 14-28. വ്യാഖ്യാനിയില്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. വിലക്കരുതെന്നത് തന്നെയല്ല. ആൾക്കാർക്ക് മനസ്സിലാകത്തിൻ്റെ കാരണം എന്താണെന്നറിയോ? കാരണം സംസാരിച്ച ആരോടാ? ദൈവത്തോട്. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞ് മഹാമോശമായി പോയി. കാരണം ഞാൻ ദൈവത്തോട് സംസാരിച്ചെടുത്ത് നിങ്ങൾക്ക് എന്താ കാര്യം? പിടികിട്ടിയോ? അതൊന്നുകൂടെ നല്ല മനസ്സിലാകുന്നൊരു ഭാഷയിൽ പറയാം. ഈ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം കാന്തനും കാന്തയും തമ്മിലുള്ള ബന്ധം പോലല്ലേ? ബന്ധമല്ലേ? ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി നമ്മളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ കാന്തനായ യേശുവോട് സംസാരിക്കുന്നത് ആണ് അന്യഭാഷ. ആർക്ക് തിരിച്ചറിയാനാ? ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുകയാണ്. വ്യക്തമായോ? അടുത്തൊരു കാര്യം കൂടെ പറയാം. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ അടുത്ത കാലത്ത്, അപ്പോൾ ഇത് ഇന്ന് ഈ പാട്ട് പാടുന്ന സൗരന്മാരല്ല, ഇവിടെ അല്ല, പൊതുവിൽ നമ്മോട് പറയാറുണ്ട്, അല്പനേരം നമുക്ക് അന്യഭാഷകളിൽ ആരാധിക്കാം, കരമടിച്ച് ആരാധിക്കാം. നമുക്ക് അല്പനേരം ഇതെല്ലാം കേട്ടിച്ച് പറയും, പോരാ, ഒന്നുകൂടെ ഉച്ചത്തിൽ. ഈ പുള്ളി മിണ്ടുന്ന പോലുമില്ല. എല്ലാം നമുക്ക് ഇട്ട് തരിക. അത് കഴിഞ്ഞിട്ട് നോക്കുന്നില്ലേ പറയൂ. നമ്മളെല്ലാം ഇങ്ങനത്തെ ഈ വണ്ടിയുടെ വൈപ്പർ ആടുന്ന പോലെ ഇങ്ങനെയൊക്കെ ഒപ്പിക്കും. ഞാൻ അതിലൊരു അപാകത പറഞ്ഞു തരിക കേട്ടോ. പാടുന്നവരില്ല, ശ്രദ്ധിച്ചോണം. ഈ കാന്തനോടുള്ള സ്നേഹം ഏറ്റവും മനസ്സിലാക്കണമെങ്കിൽ അടുത്ത കാലത്ത് വിവാഹം കഴിച്ച രണ്ടുപേരുടെ യാത്ര, ആ പിള്ളേർ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അടുത്ത കാലത്ത് അവരുടെ കല്യാണം നടന്ന്. അവർ മുട്ടിയുരുമുന്നു, വർത്താനം പറയുന്നു, ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ കണ്ടിട്ട് ഏതാണ്ട് പോലെ ഒന്നും തോന്നിയിട്ട് കാര്യമില്ല. നമ്മളും പണ്ട് ഇങ്ങനെ ആയിരുന്നു. അങ്ങനെ പെണ്ണും ചെറുക്കനും പോകുന്നിടത്ത് കണ്ടേച്ച് നമ്മൾ പറയാ, പോരാ, ഒന്നുകൂടെ. എന്തൊരു മോശമായി കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാനും ദൈവവും തമ്മിൽ സംസാരിച്ചെടുത്ത് നിങ്ങൾക്ക് എന്ത് കാര്യം, എനിക്കെന്ത് കാര്യം നിങ്ങൾ പറയുന്നിടത്ത്? ഇത് മനുഷ്യന് മനസ്സിലാകാൻ പറഞ്ഞല്ലന്ന്. കാരണം എന്താ? അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ. എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. അതിനൊരു കാരണമുണ്ട്, പറയാം. ഒരു അഡ്വക്കേറ്റ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നവല്ല, പരിശുദ്ധാത്മാവെന്ന വ്യവഹാരകൻ നമുക്ക് വേണ്ടി തരിക. കാരണം പ്രാർത്ഥിക്കേണ്ടും വണ്ണം പ്രാർത്ഥിക്കാൻ നമുക്കറിയത്തില്ല. അവൻ ഉറപ്പ് പറയുന്നു, പ്രാർത്ഥിക്കേണ്ടും വണ്ണം പ്രാർത്ഥിക്കാൻ അറിയാവുന്ന ആരുമില്ല. എന്താ കാര്യം? ഞാൻ പറയാം, ദൈവമേ, ഷെബിയൊരു അദ്ദേഹത്തിൻ്റെ സ്നേഹിതനാണ്, അനുഗ്രഹിക്കണേ. കർത്താവ് നിർത്തിക്കേ, നീ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു. എന്തോ അനുഗ്രഹമാണ് കൊടുക്കണ്ടേ? പറ. അത് ഉണ്ടല്ലോ. എനിക്കെല്ലാം പറയാനറിയോ? എന്താ കാര്യം? എനിക്ക് അദ്ദേഹത്തിൻ്റെ ആവശ്യം അറിയത്തില്ല, എന്താണെന്നും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കരുതെന്നല്ല, എന്നെക്കാൾ കാര്യമായി അതറിയാവുന്ന ഒരാളെ ദൈവം ഇവിടെ വച്ചിട്ടുണ്ട്. ദൈവ പരിശുദ്ധാത്മാവ് ഒരു അഡ്വക്കേറ്റായിട്ട്. ആ അഡ്വക്കേറ്റാകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിൽ കയറിയിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പിതാവിനോട് മധ്യസ്ഥ അണയ്ക്കുന്ന പ്രവൃത്തിയാണ് ആത്മാവിലെ ആരാധന. അപ്പോൾ ആക്സി കണ്ടത് ഇൻസിഡൻറ്റ്, ലേഖനങ്ങളിൽ കണ്ടത് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. എളുപ്പമായോ? കാര്യം മനസ്സിലായോ? യേശു പഠിപ്പിച്ചത് ഉപദേശം. അപ്പോസ്തല പ്രവൃത്തി കണ്ടത് എന്താണെന്ന് പറയാം. അപ്പോസ്തല പ്രവൃത്തി എഴുതിയത് ആരെഴുതിയേ? ലൂക്കോസ്.
ലൂക്കോസ് തുടങ്ങുമ്പോഴേ പറയാം, ശ്രീമാനായ തെയോബിലോസേ, ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന രണ്ടാമത്തെ ചരിത്രമല്ലേ, ആദ്യം ഒരു ചരിത്രം എഴുതി. ഇപ്പം ചരിത്രം എഴുതി വരുന്ന ആൾ ഡേറ്റ ശേഖരിച്ച് എവിടുന്ന? അതിന് കിട്ടിയ ഡേറ്റ മുഴുവൻ പത്രോസ് പറഞ്ഞത്, അന്ത്രോസ് പറഞ്ഞത്, ഈ ഡേറ്റകളെ അവലംബിച്ചുകൊണ്ട് എഴുതിയ ചരിത്രമാണ്. അതിൻ്റെ പ്രാധാന്യം അവിടെയാണ്. അതിൽ നിന്ന് മോഡലുകൾ സ്വീകരിക്കാം, പക്ഷേ അപ്രമാദിത്വമുള്ളത് കൽപ്പനയ്ക്ക്. ഇപ്പോഴും ഒരാൾക്ക് വിറ്റ് സകലതും കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കാം, അനുഗ്രഹവും കിട്ടും, ഒരു തടസ്സവും ഇല്ല. അത് ഡോക്ടറിനല്ല. പിടികിട്ടിയോ? കാര്യം മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒരാളിപ്പോൾ ഈ ദൈവസന്നിധിയിൽ ഓരോന്ന് അർപ്പിക്കുന്നത്, ഓത്തരാഴ്ച ഇടുന്നത്, ദശാംശം ഇടുന്നത്, ദൈവത്തെ സഹായിക്കുന്നതൊക്കെ, ഇനിയിപ്പോൾ ഇത് കാര്യമായിട്ട് ഒരാൾക്ക് ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ല, പുള്ളി ഒരു ആ കണക്കനുസരിച്ച് എന്തെങ്കിലും ഒന്ന് ഇട്ടേച്ച് പോകാമെന്ന് കൂട്ടിക്കോ, അതവരുടെ നിത്യത പോകുന്ന കാര്യമല്ല. കണ്ടോ, ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകില്ലേ? എന്തിനാണ് ഇവനതൊക്കെ ചെയ്യുന്നത്? അവിടെ ചെന്ന് BPLൻ്റെ കാർഡ് മേടിക്കല്ല, അതിനു വേണ്ടിയാണ്. നമ്മുടെ പ്രതിഫലം കുറയുള്ളെന്നായി പറഞ്ഞു, മനസ്സിലായില്ലേ? അല്ല, നിത്യതെപ്പാനൊന്നും അല്ല ഇത്. ദൈവത്തിനായി ചിലവിടുന്നല്ല. എന്തിനാ? ഇവിടെ അല്ല ചിലവ്, അതിൻ്റെ റിഫ്ലക്ഷൻ മുകളിലാണ്. അതിനുവേണ്ടിയാ ഉദാരമായിട്ട് കർത്താവിൻ്റെ വിലയ്ക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെയൊക്കെ എന്താ ഈ പറഞ്ഞു വന്നേ? ഡോക്ടറിനല്ലെന്നത്. അത് പിന്നെന്താ? ഡോക്ടറിന് മറ്റൊന്നാണ്, അതായി പറഞ്ഞു വരുന്നത്. അപ്പോൾ ഡോക്ടറിൻ അഥവാ ഉപദേശം എടുക്കുമ്പോൾ ഇത് സബ്സിഡറിയാണ്. മെയിൻ ടെക്സ്റ്റ് യേശു പറഞ്ഞത്, ആ മേജർ ടെക്സ്റ്റ്. ആ മേജർ ടെസ്റ്റിന് സപ്പോർട്ടീവായി ഒരെണ്ണം വേണ്ടി വരുന്ന എന്തിനാ? അവിടെ അവ്യക്തതയുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകാം. പക്ഷേ യേശു പഠിപ്പിച്ച പഠിപ്പിക്കലിൽ അവ്യക്തതയില്ല. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അവ്യക്തതയുണ്ടോ? ഒരവ്യക്തതയില്ല. അപ്പോൾ നമ്മൾ പറയണം, നമ്മളാണ് വാസ്തവത്തിൽ യേശുനാമക്കാർ. കാരണം എന്താ? യേശുവിൻ്റെ നാമം കൃത്യം ഉൾക്കൊണ്ടിട്ട് യേശു പഠിപ്പിച്ച മാതൃകയിൻ പ്രകാരം, യേശു പഠിപ്പിച്ച ശൈലിയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേൽപ്പിക്കുന്നത് നമ്മളാണ്. മനസ്സിലായോ? ആ സ്നാനം കൈക്കൊള്ളാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നാനപ്പെട്ടോണം. പൈസലോ നിമജ്ജന സ്നാനം, അതാ ബൈബിൾ പറയുന്നത്. വേറൊന്നും വേദാധാരമുള്ളതല്ല. വെള്ളം ചെപ്പി വിട്ടാലോ ഒന്നും നോക്കൂല. ഓർത്തപ്പോൾ ഒരു കാര്യം കൂടെ പറയാം, തെറ്റിദ്ധരിക്കല്ലേ? ഈ സ്നാനത്തിനുമൊക്കെ വിപരീതമായിട്ട്, ആത്മീയ വിശ്വാസത്തിനൊക്കെ വിപരീതമായിട്ട് സത്യത്തിലേക്ക് വരുന്ന മനുഷ്യരുടെ വഴി തടയുന്ന എത്ര പേരുണ്ട് എന്നാലോചിച്ച് നോക്കിയാൽ. ചില ആളുകളുണ്ട്, അവർ സ്നാനപ്പെടും, വേറെ ആരെയും കൊണ്ട് മുങ്ങാൻ സമ്മതിക്കുകയില്ല, ഡോക്ടറും പറയല. കണ്ടിട്ടില്ലേ? അങ്ങനെയുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്തോടത്ത് പറഞ്ഞു, ഈ വാക്കിൽ കുരുങ്ങരുത്, അതുകൊണ്ട് സൂക്ഷിച്ചേ നമ്മൾ സംസാരിക്കാവുള്ളൂ. ഈ മലയാളക്കരയിൽ മര്യാദയ്ക്ക് പോയ ആത്മീയ ലോകത്തെ ഗതി തിരിച്ചു വിട്ട് അതിൻ്റെ മൂല്യം നശിപ്പിച്ചത് 1, 2, 3 യോഹന്നാൻ്റെ ലേഖനങ്ങളാണ്. ബൈബിളിലെ അല്ല. ബൈബിളിലെ 1, 2, 3 യോഹന്നാനല്ല, ഒരു 3 യോഹന്നാന്മാരാണ് നമ്മെ ഈ പരുവാക്കിയത്. ഒരു യോഹന്നാൻ ഇവിടെ, ഒരു യോഹന്നാൻ തിരുവല്ലയിൽ, ഒരു യോഹന്നാൻ കോലഞ്ചേരി. സ്നാനം ഇഷ്ടമല്ല. നിങ്ങൾക്കൊന്നുകൂടെ ഞാൻ മനസ്സിലാക്കി തരാം. സ്നാനത്തോട് വിരോധം വരുന്നത് എവിടെയാണെന്ന് സ്ത്രീക്ക് പഠിക്കാനുണ്ട്. ഇസ്രായേൽ ജനത ചെങ്കടൽ കടക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് വരെ ഫറവോ പറഞ്ഞുകൊണ്ടിരുന്നു, പോകണ്ടെന്നേ, ഇവിടെ സൗകര്യമുണ്ട്, ഇവിടെ നിൽക്ക്, ഇവിടെ നിൽക്ക്, ഇവിടെ നിൽക്ക്. ഫറവോ പറഞ്ഞ് തെറ്റില്ല. അവിടെ വലിയ പിരമിഡുകളൊക്കെ ഉണ്ട്, അതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുക, അത്ര രസമാണ്. എന്താ പിരമിഡെന്ന് പറഞ്ഞാൽ അതൊരു സർഗ്ഗവിസ്മയമല്ലേ? ഇതിനേക്കാൾ വലിപ്പമുള്ള വലിയ കല്ലുകൾ കൊണ്ട്, ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് 450 അടി ഉയരത്തിൽ സ്തൂപികയുടെ അഗ്രത്തോടു കൂടി 13 ഏക്കർ ചുറ്റളവിൽ പണി കഴിപ്പിച്ച അമ്പര ചുംബികൾ. മനുഷ്യൻ ഇത്തരം സംവിധാനമൊന്നും കണ്ടുപിടിക്കുന്ന കാലത്തിനപ്പുറത്ത് ക്രിസ്തുവിന് 2500 വർഷം മുമ്പ് അവിടെ നിന്ന് ആരാധിക്കാൻ പറഞ്ഞ പിരിഞ്ഞു പോന്നു. ചെങ്കടൽ കയറി അക്കരെ വരുന്ന കണ്ടിട്ട് പുതിയ നിയമത്തിൻ്റെ ഗ്രന്ഥകാരൻ പറയുക, വിശ്വാസത്താൽ അവർ ചെങ്കടൽ കടന്നു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനപ്പെട്ടവനോട് പറയുക, എനിക്ക് നിങ്ങളുടെ മധ്യേ വസിക്കേണ്ടതിന് ഒരാലയം ഉണ്ടാക്കണം. അപ്പോൾ രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെടണ്ടേ? വേണോ? സ്നാനം ഏത് നാമത്തിലാ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.